വേദിയിലും സദസ്സിലുമുണ്ട് ബഹുമാന്യരെ. ഞാൻ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എന്നാലും ഇത് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ 2011 മുതൽ മാധ്യമ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കാലഘട്ടത്തില്, ആധുനിക കാലഘട്ടത്തില് എല്ലാവരും ഒരു മാധ്യമ പ്രവർത്തകരായി നമ്മുടെ ജനാധിപത്യത്തിന്റെ 4-ാം തൂണായി നമ്മളെ സംരക്ഷിക്കുമ്പോൾ ഈ മേഖലയിൽ കൂടുതൽ അറിവ് നേടേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു മാധ്യമ ശില്പശാല ഇന്നിവിടെ സംഘടിപ്പിച്ചു വരുന്നത്. നമ്മള് ഇവിടെ ആരുടെയും ആർക്കും എതിരായിട്ടോ ഒരു മത്സരത്തിനോ വേണ്ടിയല്ല ഇങ്ങനെ ഒരു സെന്റർ തുടങ്ങിയത്. കൂടുതൽ ആളുകൾക്ക് അതോടൊപ്പം തന്നെ നന്മ മരങ്ങളായി വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും അത് മറ്റുള്ളവർക്ക് പ്രചോദനമായി കൂടുതൽ നല്ല കാര്യങ്ങൾ സമൂഹത്തിന് ലഭിക്കുന്നതിനും വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആദ്യമായി അധ്യക്ഷത വഹിക്കുന്ന AR ഉണ്ണികൃഷ്ണൻ സാറ് നമ്മുടെ ഒരു വിമുക്തഭടനാണ്. അദ്ദേഹം രാജ്യത്തെ സംരക്ഷിച്ചതുപോലെ തന്നെ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഈ മാധ്യമ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ജോലി തിരക്കിനിടയിലും ഇന്നത്തെ പ്രോഗ്രാമിന് വന്നതിൽ അദ്ദേഹത്തിന് സ്വാഗതം പറയുന്നു. പിന്നെ അഡ്വക്കേറ്റ് ശ്രീകുമാർ സാറ് വളരെ ദീർഘകാലത്തെ മാധ്യമ പ്രവർത്തന ശേഷം ഇപ്പൊ നിയമ സംരക്ഷണത്തില് അഡ്വക്കേറ്റായി പ്രവർത്തിക്കുന്നു. സാറിന് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ അടുത്തതായി KG ഹരിദാസ് സാറാണ്. സാർ ഫുൾ ടൈം മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യൂണിയൻ പ്രവർത്തകൻ ആണ്. അത് സാറിനെ സ്വാഗതം ചെയ്യുകയാണ്. റൈസ ബീഗം മാധ്യമ പ്രവർത്തകയാണ്, സ്വാഗതം ചെയ്യുന്നു. പിന്നെ ആരെങ്കിലും തോമസ് സാറ്, അതുപോലെ തന്നെ വേമ്പനി സാറ്, എല്ലാവരെയും ഒറ്റവാക്കി സ്വാഗതം ചെയ്യുകയാണ്. തോമസ്, അപ്പം ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എല്ലാവർക്കും സ്വാഗതം. വേദിയിലിരിക്കുന്ന സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ നമസ്കാരം പറയാം. കാരണം ഒരു നീണ്ട പ്രോഗ്രാമായിട്ട് ഇത് മുന്നോട്ട് പോകേണ്ട ഒരു അധ്യക്ഷ പ്രസംഗത്തിന് ഇതിനകത്ത് പ്രസക്തി കാണുന്നില്ല. എങ്കിലും ഇതിന്റെ കാര്യങ്ങൾ 2 വാക്ക് പറയേണ്ടത് കൊണ്ട് ഒരു അധ്യക്ഷൻ എന്നുള്ള നിലയിൽ 2 വാക്ക് പറയാം. ഒന്നാമത്തെ, നമ്മൾ ഇങ്ങനെ ഒരു മീഡിയ സെന്റർ തുടങ്ങാൻ കാരണം ചില മാധ്യമങ്ങൾ എല്ലാ വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല. കാരണം നിസ്സാര ചെറിയ ഉദാഹരണങ്ങൾ, ഇപ്പോൾ 2 ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ മാർക്കറ്റിൽ 2 തല്ലുണ്ടായി, ഇങ്ങനെ ചെറിയ ചെറിയ വാർത്തകളോ, അത് മാത്രവുമല്ല പ്രധാനപ്പെട്ട ചില വാർത്തകള് മെയിനായിട്ട് വരുന്നതിനകത്ത് കുറെ വാർത്തകള് അത് വളരെ ചുരുക്കി അതിന്റെ കാതലായ ഭാഗങ്ങളൊന്നും ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു സെന്റർ തുടങ്ങി എന്ന് വിചാരിച്ച് നമ്മൾ മറ്റൊരാൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാനോ ഒന്നുമല്ല. നമ്മളാൽ കഴിയുന്ന, നമ്മളെ പറ്റുന്ന വാർത്തകൾ കഴിവതും മാക്സിമം നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ നമ്മുടെ ജോലി പറഞ്ഞതുപോലെ, അതിനു മുമ്പ് എൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ഞാൻ തരാം. ഞാൻ BSF-ല് 25 വർഷം സേവനം ചെയ്തിട്ട് 2011 ഞാൻ CI ആയിട്ട് റിട്ടയർ ആയി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിന്ന്. അവിടെ ഞാൻ സർവീസ് ചെയ്യുന്ന സമയത്തും ഞാൻ കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. വന്നതിന് ശേഷം 7 വർഷം ഞാൻ മനോരമയിൽ വർക്ക് ചെയ്തു. റിട്ടയർ ആയി VRS എടുത്ത് വന്നതിന് ശേഷം. അതിനുശേഷം നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അവിടുന്ന് മനോരമയിൽ നിന്ന് വേണ്ടെന്ന് വെച്ച് നമ്മുടെ പ്രൈവറ്റ് ഫാമിൽ ഇപ്പോൾ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നത്. അന്ന് മുതല് ഞാൻ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ, നമുക്ക് അത്ര അറിവില്ല, നമ്മളെക്കാളും മുതിർന്ന എത്രയോ ജനങ്ങളുണ്ട്, നമുക്ക് അത്ര അറിവില്ലെങ്കിൽ പോലും നമ്മൾ ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ കാര്യങ്ങളും
അതിന്റെ അറിവ് ശേഖരിക്കാനും അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ അറിയാൻ ഒരുപാട് പരിശ്രമിച്ച് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അത് നമ്മളെ കിട്ടുന്ന സമയം ഇപ്പൊ ഇതിനകത്ത് മെയിനായിട്ട് തോന്നാൻ കാരണം സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം, വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള ഇതിനകത്തൂടെ എല്ലാം ജനങ്ങളെ പറ്റിക്കാനായിട്ടുള്ള ഓരോ വാർത്തകൾ വരികയാണ്. ചുരുക്കി പറഞ്ഞ് നമ്മുടെ ലുലു ഗ്രൂപ്പ്, മിൽമ, ഇതിനെല്ലാം ക്വസ്റ്റ്യർ പറഞ്ഞ് ജനങ്ങളെ അതിനകത്ത് സത്യസന്ധത ഏതാണ് കളവ് ഏതാന്നുള്ളത് മനസ്സിലാക്കാൻ അതിന്റെ പുറമെ പോകാനുള്ള സമയങ്ങൾ പോലും മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ട് അതിന്റെ പുറമെ ഇപ്പൊ നമ്മുടെ അക്കൗണ്ട്സ് പോലും ഹാക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും നടക്കുന്നു. പക്ഷെ അതിന്റെ പുറമെ പോയി അത് കണ്ടുപിടിക്കാനുള്ള ഒരു സമയം മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്നുണ്ടോ അല്ല അതിനുള്ള ഇത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അതിനകത്ത് ജനങ്ങൾ പെട്ടുപോകരുത് എന്നുള്ള ഒരു ബോധ്യപ്പെടുത്തലിന് വേണ്ടിയാണ് നമ്മൾ ഇതായിട്ട്. പിന്നെ നമ്മുടെ ഈ പരിപാടി ഇങ്ങനൊരു സെന്റർ തുടങ്ങി, ഈ പരിപാടി ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതിനു വേണ്ടി നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ശ്രീ ജയകുമാർ സാറ്, അദ്ദേഹം ദീർഘകാല MG യൂണിവേഴ്സിറ്റി PRO ആയിരുന്നു. പിന്നെ പത്രപ്രവർത്തന രംഗത്ത് ജേർണലിസ്റ്റ് ആണ്, പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ അറിവ് പ്രകാരം കുമാരനെല്ലൂരാണ് സാർ താമസിക്കുന്നത് എന്ന് തോന്നുന്നു എന്നാണ് എന്റെ അറിവ്. അത് പിന്നെ കെൽട്രോണിന്റെ PR ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് ബാക്കി ഇതിന്റെ കാര്യങ്ങൾ വിശദമായി, കാരണം ഈ ഇരിക്കുന്ന പലരെക്കാളും അതിനേക്കാളും ഒക്കെ താഴെയുള്ള അറിവേ എനിക്കുള്ളൂ. ബാക്കി എല്ലാവരും എന്നെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട്, അതായത് നല്ല നല്ല ആൾക്കാരാണ്, മാധ്യമപ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് കൂടെ ഒന്നും അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. വിശദമായിട്ട് നമ്മുടെ ജയകുമാർ സാറ് നിങ്ങളോട് കാര്യങ്ങൾ പറയും. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് എന്റെ ഈ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനത്തിനായി അഡ്വക്കേറ്റ് ശ്രീ ജയകുമാർ സാറിനെ സ്വാഗതം ചെയ്തു. ശ്രീകുമാർ സാർ അല്ലെ, ഇതിട്ടുണ്ട്, ഞാൻ പറഞ്ഞപ്പോ മാറിപ്പോയി. ഓർക്കാത്തോട്ട് എഴുതി പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ, ഈ മീഡിയ സെന്ററിന്റെ പ്രസിഡന്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ, സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്രീ PK ജോയ്, ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്രീ രാജീവ്, വേദിയിലുള്ള ശ്രീ KG ഹരിദാസ്, ശ്രീമതി റൈസ ബീഗം, ശ്രീ ഹരി ഏറ്റുമാനൂർ, ശ്രീ NB തോമസ് സാർ, VN തോമസ് പാമ്പേൽ, ഓക്കെ. മറ്റ് എന്റെ ഈ ഹ്രസ്വമായ ചടങ്ങിൽ, ഹ്രസ്വമായ വേദിയിൽ വന്നെത്തിയിരിക്കുന്ന പ്രിയരെ, മാധ്യമ സെമിനാർ എന്നാണ് ഈ പരിപാടിക്ക് നാമകരണം ചെയ്തെങ്കിലും ഇതൊരു തുടക്കമാണ് എന്നാണ് എന്നോട് രാജീവ് പറഞ്ഞത്. ആദ്യമായിട്ട് ഏറ്റുമാനൂരെ മീഡിയ സെന്റർ ആദ്യമായി സംഘടിപ്പിക്കുന്ന പ്രഥമ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ അവസരം നൽകിയ ഇതിന്റെ ഭാരവാഹികൾ എല്ലാവരോടും, വിശിഷ്ട രാജീവിനോടും പ്രസിഡന്റിനോടും സെക്രട്ടറിയോടും പങ്കെടുക്കുന്ന എല്ലാവരോടും എന്റെ നിശ്ചയമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നത്. എന്നെ ഈ യോഗത്തിലേക്ക്, ഈ പരിപാടി ശരിക്കും പറഞ്ഞാൽ 1-2 ആഴ്ച മുന്നേ നടത്താൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. അന്നൊക്കെ രാജീവ് വിളിച്ച് പറയുമായിരുന്നു, അവിടെ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, അവരെ ഒന്ന് ബന്ധപ്പെടണം, അവരോട് നമ്പറൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഔദ്യോഗികമായ സാഹചര്യങ്ങൾ ഉള്ളതിനാണ് വരാത്തതെന്നാണ് എന്നോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഇന്നത്തെ ഞാൻ വിഷയത്തിലേക്ക് വരാം. വളരെ
പറഞ്ഞാലും 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 തീരാത്ത ഒരു വിഷയം. പ്രസിഡന്റ് ഓപ്പൺ ചെയ്തിട്ട ആ ഒരു പണ്ടാരാസ് ബോക്സ് എന്ന് പറയും. അതായത് നമ്മള് ആ വിഷയം എന്ന് പറഞ്ഞാൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയാൻ വയ്യ. പക്ഷെ അദ്ദേഹം ഇന്ന് നവമാധ്യമങ്ങളിൽ വരുന്ന വാട്സപ്പിലാവട്ടെ, ട്വിറ്ററിലാവട്ടെ, എക്സിലാവട്ടെ, ബാക്കിയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നവനവ മാധ്യമങ്ങളിലൂടെ കടന്നു വരുന്ന ഓരോ ദിവസവും ഓരോ മിനിറ്റും ജനിക്കുന്ന പുതുവാർത്തകൾ, അത് വാർത്തയാണോ കഥയാണോ നുണയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അതിന്റെ ഒരു വിശ്വാസ്യത, ക്രെഡിബിലിറ്റിയെ ആണ് ബഹുമാനപ്പെട്ട ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ ആദ്യമായി ചോദിച്ചത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗോ ബാക്ക്. നമ്മൾ പുറകോട്ട് സഞ്ചരിക്കണം. ഇത് എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി, ഹൗ മീഡിയ ടിക്സ്, അത് ആലോചിക്കുമ്പോൾ മനുഷ്യ സഹജമായ, മനുഷ്യന്റെ സവിശേഷമായ മേധാശക്തി കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിവരങ്ങൾ മറ്റാൾക്കാർക്ക് ഷെയർ ചെയ്യുവാൻ, അവരെ അറിയിക്കുവാൻ, അതനുസരിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ ആ രീതിയിൽ പരുവപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂശയായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാധ്യമങ്ങളെ പൊതുസമൂഹം കണ്ടെത്തുന്നത്. അതിനുവേണ്ടി ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമാണോ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരമില്ല. പക്ഷേ നമ്മുടെ അനുഭവത്തില്, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എത്രയോ ഓരോ ലോകരാഷ്ട്രങ്ങളുടെ എവിടെ എടുത്തു കഴിഞ്ഞാലും, കേരളം എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ, മറ്റ് അയൽ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അമേരിക്ക എടുത്തു കഴിഞ്ഞാൽ, ഏത് പ്രദേശം എടുത്തു കഴിഞ്ഞാലും അവിടെയൊക്കെ തന്നെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്, രാഷ്ട്ര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട്, വികസന നയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മാധ്യമങ്ങളുടെ ദൈനംദിനമായ ഇടപെടലുകൾ അനിവാര്യമാവുകയും അതിലൂടെ ഒരു ചാലകശക്തിയായി സമൂഹത്തെ നേർവഴിക്ക് നയിക്കുവാൻ, ആ പ്രസ്ഥാനങ്ങളെ നേർവഴിക്ക് നയിക്കുവാൻ, രാഷ്ട്രീയ പാർട്ടികളെ വളർത്തുവാനും തളർത്തുവാനും കെൽപ്പുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാധ്യമങ്ങൾ മാറുകയും അങ്ങനെ ജനാധിപത്യം എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഘടകങ്ങളിലെ ഒന്നായിട്ട്, 4ാം തൂണായിട്ട് ഈ മാധ്യമം മാറുന്നത് അങ്ങനെയാണ്. 1600-കളില് അമേരിക്കയൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അമേരിക്കയില് അവിടെ കെൻഡുക്കി എന്ന് പറയുന്ന പ്രദേശമുണ്ട്. കെൻഡുക്കി നമുക്കറിയാം, ചിക്കൻ കെൻഡുക്കിയെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. കെൻഡുക്കി നോർത്ത് അമേരിക്കയിലുള്ള സ്ഥലമാണ്. ഈ കെൻഡുക്കില് വിജനമായ, ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള സ്ഥലമാണ്. അതേപോലെ തന്നെ അവിടെ ആൾക്കാർ താമസിക്കാനൊന്നുമില്ല, വെറും പച്ചത്തുരുത്തുകളായിട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പൊ അവിടെയുള്ള ഒരു ധനികൻ വിചാരിച്ചു, ഇദ്ദേഹത്തെ പോലെ എന്ന് പറയുന്നില്ല, തമാശക്ക് പറഞ്ഞ കെൽപ്പുള്ള, സാമ്പത്തികമായി ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാര് അവരെ അവിടത്തേക്ക് ആൾക്കാർ വന്ന് കുടിയേറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശം വികസിക്കുമെന്നും, അങ്ങനെ വികസിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടുത്തെ സ്ഥലത്തിന്റെ വില വർദ്ധിക്കുമെന്നും, അങ്ങനെ ഒരു പുതു ജനതതി അവിടെ ഉണ്ടാകുമെന്നും, ആ പ്രദേശത്തെ അങ്ങനെ ഒരു നല്ല ദിശയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അന്ന് കയ്യെഴുത്ത് മാസികയായിട്ടും അല്ലാതെയൊക്കെയുള്ള ഇറങ്ങുന്ന പബ്ലിക്കേഷൻസ്, പെന്നി പ്രസ് എന്ന് നിങ്ങൾ ജേർണലിസം പഠിച്ചവർക്കറിയാം. പെന്നി പ്രസ് ഒരു പെന്നി, ഏറ്റവും ഒരു നയ പൈസ എന്ന് പറയുന്ന പോലെയാണ് പെന്നി. അതിന് കിട്ടുന്ന ഒരു പത്രം. ആ പത്രങ്ങളില് നമ്മൾ ഇവിടെ കേരളത്തിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന പല ഭൂമി ഇടപാടുകൾ സംബന്ധമായിട്ടുള്ള വാർത്തകൾ കാണുമ്പോൾ, ഈ പ്രദേശത്ത് ഇവിടെ ആര് വന്ന് താമസിച്ചായിരുന്നു? രാവണൻ വന്നിട്ട് താമസിച്ചതാണ്, അല്ലെങ്കിൽ സീത വന്ന് താമസിച്ചതാണ്, സീത മുടിയടിച്ചിട്ട സ്ഥലമാണിത്. ഓരോ ശ്രേഷ്ഠന്മാരായിട്ടുള്ള അവരുടെ രാജ്യത്തെ ക്രോക്ലെറ്റ് എന്നൊക്കെ പറഞ്ഞ കാർട്ടൂൺ കഥാപാത്രങ്ങളെയൊക്കെ അവരെയൊക്കെ വെച്ചുകൊണ്ട്, ഡേവിഡ് ക്രോക്ലെറ്റ്, ഇത് വെച്ചുകൊണ്ട് ആ പ്രദേശവുമായി ലിങ്ക് ചെയ്ത് കഥകൾ ഉണ്ടാക്കി, കഥകൾ മെനയുന്നതാണ്. ദാറ്റ് ഈസ് ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടുന്ന കഥകളാണ്. ഇറ്റ് ഈസ് നോട്ട് റിയൽ. സർറിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാം. നുണ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഷ, ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പറയുന്നത്
ആ ആക്ടിന് പറയുന്നത് ലെറ്റ് പബ്ലിക് ബി ഫൂൾഡ്. ആൾക്കാരെ കളിപ്പിക്കുന്നതുകൊണ്ട് ലേശം കുഴപ്പമൊന്നുമില്ല. എന്താ കാരണം? ദാറ്റ് ഇസ് ഫോർ എ ഗുഡ് കോസ്. നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ശ്രേഷ്ഠമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അല്പം നുണയൊക്കെ ആവാം എന്ന രീതിയിൽ വരെ ആണ് ഇനീഷ്യൽ ഫേസ് ഓഫ് പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയുടെ കമ്മിങ് അതിലേക്കാണ് വരുന്നത്. അതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഉണ്ടോ ഇല്ലയോ? ഇപ്പം PR എന്ന് പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഒന്ന് നെറ്റിക്ക് വിളിച്ചാണ് PR. അയ്യേ, ഇത് നമുക്ക് കൂടാൻ പാടില്ലാത്തത് എന്നുള്ളൊരു തോന്നലാണ് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർക്കുള്ളത്. അതേപോലെ പത്രമാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ അറിയാം ഹൗ ദ മീഡിയ അഡ്വർടൈസ്മെന്റ് ടീം മാർക്കറ്റിംഗ് ടീം വർക്ക്സ് വിത്ത് യു. അവരുടെ ഭാഷയില്, അവരുടെ ഇടപെടലുകളില് നിങ്ങളുടെ ജേർണലിസ്റ്റുകളുടെ എങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്? അതും വേണ്ടാത്തവരാണ്, അടുപ്പിക്കാൻ കൊള്ളാത്തവരാണ്. ഞങ്ങൾ വളരെ ശ്രേഷ്ഠന്മാരാണ്. ഈ ഒരു തോന്നലോടുകൂടിയുള്ള പെരുമാറ്റം ഈ രണ്ട് വിഭാഗത്തിലും, വെദർ ഇറ്റ് ബി PR, വെദർ ഇറ്റ് ബി ഓഫ് അഡ്വർടൈസിങ്, മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിന്റെ അഡ്വർടൈസിങ് ഇൻവേരിയബിൾ ഒരു കോമ്പണന്റ് ആണ്. ഇവരെ രണ്ടുപേരും ഇപ്പം ഇത് ആവശ്യമാണോ ഇല്ലയോ? അപ്പൊ നമ്മൾ ലെറ്റ് പബ്ലിക് ബി ഫൂൾഡ് അത് സ്വാഗതം ചെയ്തു. അത് കഴിഞ്ഞ് 1880-കളിൽ 1880s 80-കളില് അവിടെ ഒരു ചെറിയൊരു എപ്പിസോഡ് മാത്രം പറയാം. ന്യൂയോർക്ക് സെൻട്രൽ റെയിൽവേ എന്ന് പറഞ്ഞ റെയിൽവേ, സെൻട്രൽ റെയിൽവേ കിട്ടി, പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ച് റെയിൽവേ സർവീസ് നടത്തുക. നമ്മുടെ ഇവിടെ ഇപ്പം ട്രിവാൻഡ്രം ടു കോട്ടയം ഓടുന്ന, ട്രിവാൻഡ്രം ടു കൊച്ചി, എറണാകുളം പോകുന്ന ഒരു ഉണ്ടല്ലോ വഞ്ചിനാട്. രാവിലെ ഇവിടുന്ന് പോരും, വൈകിട്ട് അങ്ങോട്ട് തിരിച്ചു പോകും. ഇവിടെ യാത്രക്കാരാരാ? സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ തൊഴിലെടുക്കാൻ പോകുന്നവരോ വിദ്യാർത്ഥികളോ മുഴുവൻ ഇതെടുത്തോണ്ടുള്ള പോകുന്ന കൺസെഷൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രെയിൻ ഉണ്ടായത് ഫ്രം ന്യൂയോർക്കിൽ നിന്നും ചിക്കാഗോയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് വിൽ 4 hours 4 മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ ചെല്ലും, തിരിച്ച് വൈകിട്ടും ഉണ്ട്. ഒരു സുപ്രഭാതത്തില് വില്യം വാണ്ടർബിൽറ്റ് എന്ന് പറയുന്ന അതിന്റെ ആ കമ്പനിയുടെ ചെയർമാൻ ഒരു യോഗം വിളിച്ചു ചേർത്തു, അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ കമ്പനിക്ക് ഏറ്റവും നഷ്ടമുള്ള റൂട്ടെന്ന് പറയുന്നത് ഈ റൂട്ടാണ്, ചിക്കാഗോയിൽ പോകുന്ന ട്രെയിൻ. ഓൾ ഓഫ് എ സഡൻ എന്തൊക്കെ അവർ തീരുമാനിച്ചു, അതങ്ങ് വിൻഡോയിൽ പണി നിർത്തി. ആരോടും പറഞ്ഞില്ല, പൊതുജനങ്ങളോട് പറഞ്ഞില്ല, പത്രക്കാരോട് പറഞ്ഞില്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനോട് പറഞ്ഞില്ല. പിറ്റേ ദിവസം ഇങ്ങനെ ഒരു യങ് ജേർണലിസ്റ്റിന് പ്രത്യേകതയുണ്ട്. ന്യൂയോർക്ക് ടൈംസിലെ ആളായിരുന്നു അദ്ദേഹം. ഇങ്ങനെ ഈ വാണ്ടർബിൽറ്റിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചു, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വേണം. എന്താ കാര്യം? ഫോണിൽ കൂടെയുള്ള പരിപാടിയാണോ? എനിക്ക് സമയമില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു വന്നിട്ട് കുറച്ച് സമയം കൂടെ 3-4 മിനിറ്റ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് അടച്ചുവിട്ട്? നഷ്ടം കൊണ്ടാണ്. ഇപ്പൊ വാട്ട് അബൌട്ട് ദ പബ്ലിക്? പൊതുജനത്തിന് ഈ അസൗകര്യം ഉണ്ടാവുന്ന, പിന്നെ അവർക്ക് പോകാൻ മാർഗമില്ല, 4 മണിക്കൂർ ഈ സ്ഥലത്ത് എത്തത്തുമില്ല, ഈ പൈസക്ക് പോകാനും ഒക്കത്തില്ല. അപ്പൊ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടോ? ഐ ആം നോട്ട് ബോതേർഡ്. പബ്ലിക്കിന്റെ കാര്യം വീണ്ടും എടുത്തിട്ട് ലെറ്റ് പബ്ലിക് ബി ഡാംഡ്. ദാറ്റ് വാസ് ദ കോഡ് വിച്ച് ഹി ഹാസ് അട്ടേർഡ്. പിറ്റേ ദിവസം പത്രത്തില് ലെറ്റ് പബ്ലിക് ബി ഡാംഡ് എന്ന് പറയുന്ന ഇൻവേർട്ടർ കോമയിലുള്ള ഇതോടുകൂടി വില്യം വാണ്ടർബിൽറ്റ്, W. വാണ്ടർബിൽറ്റ് എന്ന് പറഞ്ഞ് ഹെഡ്ലൈനോടുകൂടി ന്യൂയോർക്ക് ടൈംസ് ഇറങ്ങി. ഇറ്റ് ബിക്കേം ആൻ ഇഷ്യൂ. സെനറ്റിലെല്ലാം ആ ഇഷ്യൂ റേസ് ചെയ്യപ്പെട്ടു. പബ്ലിക് പ്രഷർ കൂടി, ഓഹരി മൂല്യം കമ്പനിയുടെ ഇടിഞ്ഞു. അൾട്ടിമേറ്റ്ലി വിത്തിൻ 2 മാസത്തിനുള്ളിൽ ഇത് പിൻവലിക്കേണ്ടി വന്നു. ഈ ട്രെയിൻ വിഡ്രോ ചെയ്ത് റീഇൻസ്റ്റേറ്റ് ചെയ്തു. അപ്പം പൊതുജന അഭിപ്രായത്തിന് ഒരു മാധ്യമത്തിന് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ അവരുടെ തീരുമാനം എടുത്തു. പക്ഷേ പൊതുജനത്തെ കൂടെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ, പൊതുജന സമ്പർക്കമുള്ള വിഷയങ്ങളാണെങ്കിൽ അവരുടെ താല്പര്യം കൂടെ കണക്കാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ബിസിനസ് പൊളിയുമെന്നുള്ള അവസ്ഥ വന്നപ്പോൾ
they could understand, assimilate. അങ്ങനെ ഈ അന്ന് അമേരിക്കൻ ന്യൂയോർക്ക് ടൈംസിന്റെ ലേഖകനെ പിടിച്ച് ഇവരുടെ മീഡിയ ഓഫീസറായിട്ട് നിയമിക്കുന്നു. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ദ പബ്ലിക് ആൻഡ് ദ കമ്പനി ഉണ്ടാവുന്ന അങ്ങനെയാണ്. അയാളുടെ പേര് IV ലെഡ്ബെറ്റർലി എന്നാണ്. IV ലെഡ്ബെറ്റർലി. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പബ്ലിക് ഇലക്ഷൻസ്. പബ്ലിക് ഇലക്ഷൻസിന്റെ ഫാദർ. അത് പിന്നീട് വേറെ വളരെ ദീർഘമായ ഒരു കഥയാണ്, അതിലേക്ക് കിടക്കാനല്ല ഞാൻ വന്നത്. ഹൗ മച്ച് PR എന്ന് പറയുന്ന ആക്ടിവിറ്റി എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ്, റവന്യൂ ജനറേഷൻ എന്ന് പറയുന്ന സാധനം എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ്, ഹൗ ഫണ്ട്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, വയബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ആ ഒരു സ്ഥാപനം ഇല്ലാതാകും, അല്ലെങ്കിൽ ഒറ്റപ്പെടും, അല്ലെങ്കിൽ അവർക്ക് ബിസിനസ് നടത്തിക്കൊണ്ടു പോകാൻ പറ്റാതെ വരും എന്നുള്ളതിന്റെ നല്ല ഉദാഹരണമാണ് ഈ ഒരു എപ്പിസോഡ്. അംറ്റിം നമ്പർ ഓഫ് എക്സാമ്പിൾസ് ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇൻ അമേരിക്ക, സോറി, ഇൻ UK, ഫ്രാൻസ്, മെനി പാർട്സ് ഓഫ് ദ വേൾഡ് ഈ ഇതുകൊണ്ട് ഉണ്ടാവുന്ന അനിഷ്ടകരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും നമുക്ക് ശ്രദ്ധയിൽ വരുത്താം. അതേപോലെ അത് റവന്യൂ പാർട്ട്. ആൻഡ് വാട്ട് ഈസ് ദ റോൾ? ഈ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ PR എന്താ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. വാർത്തയുടെ സോഴ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു PR ആക്ടിവിറ്റിയിലുള്ളത്. സമയം ഉണ്ടെങ്കിൽ എത്രയെന്ന് പറയണം? ഓക്കെ. അപ്പൊ അവസാനത്തെ ആള് വരുമ്പോഴത്തേനും കൈപൊക്കിയാൽ ഞാൻ നിർത്തിക്കോളാം. ഓക്കെ, ഞാൻ ആ പ്രസിഡന്റ് പറഞ്ഞ ആ പോയിന്റിലേക്ക് വരുന്ന അതിലേക്ക് ഒരു ഘടകം, വൺ തേർഡ് ഘടകമാണ്. അത് PR എന്ന് പറയുന്നത്, PR ഈസ് ദ ഒറിജിനൽ. PR എന്ന് പറഞ്ഞാൽ അതിന് വ്യത്യസ്തങ്ങളായ മാനങ്ങളുണ്ട്. മാനേജ്മെന്റ് ഫംഗ്ഷൻ ആണ് ബേസിക്കലി. അപ്പൊ ഇതിലേക്കല്ല പോകുന്നത്. പക്ഷെ വിത്ത് റെസ്പെക്ട് ടു ജേർണലിസം, പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ദ റോൾ ഓഫ് PR എന്ന് പറയുന്നതും, ഒരു സ്ക്രൈബ് അല്ലെങ്കിൽ റിപ്പോർട്ടർ അല്ലെങ്കിൽ ബ്യൂറോ ചീഫിന് ഏറ്റവും വിശ്വസനീയമായ ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സ്, അതാണ് PR പബ്ലിക് റിലേഷൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരോ ടീമോ അവർക്ക് കൊടുക്കേണ്ടത്. റെഗുലർ സപ്ലൈ ഓഫ് ഇൻഫർമേഷൻ, ക്രെഡിബിൾ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻ വിച്ച് ക്യാൻ ബി ക്രോസ് ചെക്ക്. ഈ തരത്തിലുള്ള ഇന്നിപ്പം സംഭവിക്കുന്നത് എന്താണ്? ദിസ് ഈസ് നോട്ട് ഹാപ്പനിങ്. ദർ ഇസ് നോ ക്രോസ് ചെക്കിങ്. ആരെങ്കിലും ഒരാൾ മൊബൈൽ കണ്ടു അല്ലെങ്കിൽ കേൾക്കുന്ന സാധനം അതിനെ എക്സാജറേറ്റ് ചെയ്യുകയോ അല്ലാതെയോ അയാളുടെ ഭാവനയിലോ കൂടിയുള്ള അതിനെ അപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമുക്ക് അതിന്റെ ക്രെഡിബിലിറ്റി താഴോട്ട് പോകുന്നത്. അപ്പം സോഴ്സ് എന്ന് പറയുന്ന സാധനമാണ് ശരിക്കും പറഞ്ഞാൽ PR ബേസിക്കലി, ക്രെഡിബിൾ സോഴ്സ്. പിന്നെ മീഡിയം, ഇൻ വിച്ച് മീഡിയം വി ആർ യൂസിങ്, ഏത് മാധ്യമമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രിന്റ് മീഡിയ ആണ്. ഓൾ അലോങ് ഇറ്റ് ഹാസ് ബീൻ പ്രിന്റില്. ആ കയ്യെഴുത്ത് പ്രതികളിൽ നിന്നും ഔറംഗസീബിന്റെ ഒക്കെ സമയത്ത് കയ്യെഴുത്ത് പത്രങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് അതിനു വേണ്ടിയിട്ട് റിപ്പോർട്ടർമാരുണ്ടായിരുന്നു. വഖ്ഫിനാവീസ് എന്നൊക്കെ പറഞ്ഞ പേര് കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, റിപ്പോർട്ടേഴ്സ്, ടു കളക്ട് ന്യൂസ് ഫ്രം ദ വേരിയസ് പാർട്ട് ഓഫ് അതിലെ എംപയറിനകത്ത് പല ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട്. അശോകന്റെ സമയത്തുണ്ടായിരുന്നു പ്രതിവേദകാസ് എന്ന് പറയുന്ന പേരില്. അപ്പൊ ഓരോ സാമ്രാജ്യത്തിന്റെ കാര്യത്തിൽ ഇതുപോലെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും ആൾക്കാർക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ള, ഡിസെമിനേറ്റ് ചെയ്യാൻ ആൾക്കാർക്ക് കൊടുക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നിലവിലുണ്ടായിരുന്നു. ഓക്കെ, ഇനി വെദർ എ ന്യൂസ് പേപ്പർ ഓർ ഇപ്പോഴത്തെ നമ്മുടെ ലേറ്റസ്റ്റ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച വാട്സപ്പ് പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഓൺലൈൻ ചാനൽസോ, വെദർ ദേ ക്യാൻ സർവ്, ഹൗ ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് മണി, ദേ കാനോട്ട് മൂവ്. പൈസ എന്റെ സ്വന്തം വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് ഞാൻ ആൾക്കാരെ ബോധവൽക്കരിക്കാനായിട്ട് നടക്കുന്നവരുണ്ടാവും. അപൂർവങ്ങളായിട്ട് ചിലർക്കുണ്ടാവും. എനിക്ക് വട്ട് മൂത്തിട്ട് ഉള്ള പൈസ എല്ലാം എടുത്തിരിക്കും. ഞാനല്ല, ഐ എം ഡെഡിക്കേറ്റിംഗ് മൈസെൽഫ് ടു മൈ പ്രോപ്പർട്ടീസ് ടു ദ കോസ് ഓഫ് ജേർണലിസം, അല്ലെങ്കിൽ ഇൻഫോമിംഗ് ദ പീപ്പിൾ അബൌട്ട് ദ റൈറ്റ് ഇൻഫർമേഷൻ. കറക്റ്റ് ശരിയായ വസ്തുത ആൾക്കാരെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യും മെയ്യും മറന്ന് ഇറങ്ങുന്ന. ബട്ട് ദാറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്.
ഇഫ് ഈ ചെയ്ത ലോകത്തിലെ ഏത് പത്രമാധ്യമങ്ങളുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാലും ദിസ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദ റവന്യൂ ജനറേറ്റഡ് ബൈ ദാറ്റ് പർട്ടിക്കുലർ മീഡിയം. അപ്പൊ അതിനാണ് അവർ പ്രത്യേകമായിട്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും അഡ്വർടൈസിങ് അവരുടെ തന്നെ അവർക്ക് തന്നെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, വിസിബിലിറ്റി. ഇപ്പൊ ABC സർക്കുലേഷൻ, ABC ഓഡിറ്റ് ബ്യൂറോസ് ഓഫ് സർക്കുലേഷൻസ് എന്ന് പറയുന്ന കണക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അത് പബ്ലിഷ് ചെയ്യും. 2020 വരെ ഉള്ള കണക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള 20 മുതൽ 26 വരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്താ പ്രശ്നം? 15 മുതൽ 20% വരെ ഓരോ പത്രത്തിന്റെയും സർക്കുലേഷൻ കുറഞ്ഞിട്ടുണ്ട്. മാഗസിൻ ആണെന്നുണ്ടെങ്കിൽ 50% വരെ 60% വരെ കുറെ മാഗസിൻസ് ഉണ്ട്. പ്രിന്റ് ഓർഡർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോപ്പീസ് ബീങ് പ്രിന്റഡ് ബൈ ദ പർട്ടിക്കുലർ മീഡിയം അത് കുറയുന്നു. അപ്പം അത് വർദ്ധിപ്പിക്കുവാൻ എന്ത് ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല. കാരണം ജെൻസി പിള്ളേരൊന്നും ഇത് വായിക്കാൻ സമയം മെനക്കെടത്തില്ല. അപ്പം അവർ യൂസ് ചെയ്യുന്ന മീഡിയം എന്താണ് അത് കണ്ടെത്തി അതിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കാം. അങ്ങനെയാണ് ഓൺലൈൻ പത്രങ്ങളാണെന്നുണ്ടെങ്കിലും രാവിലെ 2 മണിക്ക് പത്രം അടിക്കാൻ പത്രത്തിന്റെ ഇന്നിപ്പം ഏറ്റുമാനൂർ എഡിഷൻ വരുന്നത് കോട്ടയത്ത് അടിക്കുന്നത് 5 മണിക്കാണെങ്കിൽ അല്ലെ 4 മണിക്കാണെങ്കിൽ 4 മണിക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ഇൻസിഡന്റ് നടക്കാം. ഇവിടെ ഒരു ആക്സിഡന്റ് നടന്നത് ദാറ്റ് വിൽ നോട്ട് ബി ക്യാരിഡ്. ബട്ട് വെൻ ദ പേപ്പർ നിങ്ങളുടെ 7 മണിക്ക് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ദാറ്റ് ഈസ് ഇൻ യുവർ മൊബൈൽ. ആ ഇൻഫർമേഷൻ ലൈവായിട്ട് കിട്ടും. സി ദിസ് ഈസ് എ ചലഞ്ച് പോസ്റ്റ് ബൈ ദ ന്യൂ മീഡിയ. ആർക്കും ആവാം. അവിടെ ഒരാൾ എംപ്ലോയി ആവണ്ട. യു സെൽഫ് ക്യാൻ ബിക്കം ദ ജേർണലിസ്റ്റ്. സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും കൂടുതൽ ഒരു ചലഞ്ച് പോസ്റ്റ് ബിഫോർ ദ കൺവെൻഷണൽ ട്രഡീഷണൽ ജേർണലിസ്റ്റിന് പുറത്തുള്ള ഒരു ചലഞ്ച് എന്ന് പറയുന്ന സാധനം. അപ്പം അത് എങ്ങനെ അഡ്രസ് ചെയ്യാം? ഇതൊരു മറ്റൊരു ഘടകമാണ്. നമ്മള് ടോക്ട് അബൌട്ട് ദ റോൾ ഓഫ് പബ്ലിക് റിലേഷൻസിന്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ദ സോഴ്സ്, ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സ് അനിവാര്യമാണ്. അത് അന്യമായിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് വരുന്ന ഒരു സാധനം കൂടിയാണ് പെയ്ഡ് ന്യൂസ് എന്ന് പറയുന്നത്. പെയ്ഡ് ന്യൂസ് എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം പറയുന്ന ഒരു സാധനം പെയ്ഡ് ന്യൂസ് അല്ല, PR എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ക്യാൻ ദീസ് സർവൈവ് വിതൗട്ട് ദാറ്റ്? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത്, ഗവൺമെന്റുകൾ ചെയ്യുന്നത് കള്ളത്തരം തന്നെ എഴുതി വെച്ചുകൊണ്ട് പെണ്ടയ്ക്ക നിരത്തിക്കൊണ്ട് കള്ളത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കള്ളത്തരം പറയിക്കുക, പത്രങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക. അത് ഒരു എന്താ പറയാ, നമുക്ക് ഒരു ധാർമ്മികമായിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ധർമ്മപരമായ ഒരു പ്രവൃത്തിയാണിത്. ഒരിക്കലും മിസ്റ്റീവിയസ് ആണ്. അത് പ്രോപ്പഗൻഡ എന്ന് പറയുന്ന വാക്കിനകത്ത് ഉൾക്കൊള്ളിക്കാം. ദുഷ്പ്രചരണം നടത്തുക, അത് പൊതുജനത്തിന്റെ പണമെടുത്ത് പൊതുജനങ്ങളെ സ്വയം പറ്റിക്കുവാനായിട്ട് ഒരു സംവിധാനം, സർക്കാർ സംവിധാനം. ആ അൺലീഷിങ്, ആ പ്രോപ്പഗൻഡ അല്ല വേണ്ടത്. നമുക്ക് സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആൾക്കാരെ അറിയിക്കാവുള്ളൂ. അതിലേക്കുള്ള ആ ദിശയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കാര്യങ്ങളാണ് വേണ്ടത്. ആ പെയ്ഡ് ന്യൂസ് എന്ന് പറയുന്ന നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ പെയ്ഡ് ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ ക്രിട്ടിക്കലായിട്ട് വായിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്കത് വെദർ ഇറ്റ് ഈസ് പെയ്ഡ് ഓർ നോട്ട് എന്നറിയാൻ പറ്റുന്നു. ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഇറസ്പെക്റ്റീവ് ഓഫ് ദ റൂളിംഗ് ഫ്രണ്ട് ഓർ ദ ഒപ്പോസിഷൻ, ഓരോ ആൾക്കാർക്കും ഇതിന് പ്രത്യേകം ഫണ്ടുണ്ട്. അപ്പം അത് ദാറ്റ് ഈസ് വേറൊരു ഹിസ്റ്ററിയാണ്. അപ്പം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ സമയം അധികമായി ഞാൻ എഴുതിക്കൊണ്ട് 2-3 പോയിന്റ്സ് നോട്ട് ചെയ്തിരുന്നു. ഒന്ന് ഇത് തന്നെ, ക്രെഡിബിൾ സോഴ്സും ഉള്ള ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണം. അതൊരു ചലഞ്ചാണ്. ഈ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? സോഴ്സ് എന്ന് പറയുന്ന കാര്യം, റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ധനം, സാമ്പത്തികം. പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ പത്രം നടത്തിക്കൊണ്ട് അല്ലെ മാധ്യമ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. 3, ഹൗ വി ആർ ഡൂയിങ്, അത് ഏത് മാധ്യമം വഴിയാണ്. അതിനകത്ത് വിവരസാങ്കേതിക വിദ്യയുടെ വിന്യാസമാണോ വേണ്ടത്, അതോ നമ്മൾ കൺവെൻഷണൽ മീഡിയയും ഇതും കൂടെ മെർജ് ചെയ്തുകൊണ്ട് ഫ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഫോർ എക്സാമ്പിൾ നോവൽസ് ഒക്കെ വരുന്ന നോവല് നമ്മൾ വായിക്കണ്ട, നമ്മളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കും, പേജ് ഫ്ലിപ്പ് ചെയ്ത് പോയാൽ മതി. ദീസ് ആർ ദ ടെക്നോളജീസ് വിച്ച് ആർ കമ്മിങ് അപ്പ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റണം.
അപ്പൊ ഇത്ര ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള. അപ്പം സിറ്റിസൺ ഇവിടുത്തെ ഏറ്റുമാനൂരെ പത്രപ്രവർത്തകര് എന്ന് പറയുമ്പോഴത്തേന് അവർക്ക് ഉള്ള ഏറ്റവും ലോക്കലായിട്ടുള്ള മാധ്യമങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ മേഖലയിൽ? കണ്ണും കാതും എല്ലാം തുറന്നു വെക്കുക. 24 hours ഇതാണ് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. പുതിയ സാങ്കേതിക വിദ്യകളിൽ നമ്മൾ നോ പറയരുത്, മറിച്ച് അതിനോടൊപ്പം ഒഴുകാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും, ഒറ്റപ്പെട്ട ദുഃഖത്തിലേക്ക് നമ്മൾ പോകും. അപ്പം അതുണ്ടാവരുത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഒരു വിഷയം നമുക്ക് സംസാരിച്ച് ഞാൻ ഇതൊരു ചെറിയ ഹ്രസ്വമായ പരിപാടി ആയതിനാൽ ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. ഐ കൻ ഗോ ആൻഡ് ഓൺ ആൻഡ് ഓൺ. അപ്പൊ ഇതിന് അവസരം തന്ന സംഘാടകർക്കും വിശിഷ്ട രാജ്യവും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷവേദിയിലുള്ള അധ്യക്ഷനായ ഉണ്ണികൃഷ്ണൻ സാറ്, ഉദ്ഘാടനം ചെയ്ത ഈ ശ്രീകുമാർ സാറ്, വി ഹരിദാസ്, റൈസ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തികളെ, സഹോദരന്മാർ, മീഡിയ സെന്റർ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് രാജീവ് വിളിച്ചപ്പോ എനിക്ക് അതിനെപ്പറ്റി വലിയ രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇവിടെ വന്നപ്പോ വാർത്തകളുടെ നിലവാരം, അതിന്റെ സംശുദ്ധിയും ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സ്കാനിങ് സെന്റർ പോലെ സ്ഥാപനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല രീതിയിലുള്ള ജെനുവിനിറ്റി, നമുക്കിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, അവിടെ ഇന്നിപ്പോ നിലവാരമോ സത്യസന്ധതയോ ഒന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ ചവറ് പോലെ വരിക. ആദ്യമൊക്കെ ഈ സോഷ്യൽ മീഡിയ ഞാൻ കാര്യമായിട്ട് നോക്കുകയായിരുന്നു. ഇപ്പോ നിവൃത്തി ഉണ്ടെങ്കിലും അത്യാവശ്യം വല്ലതൊക്കെ ഉണ്ടോന്ന് ഓടിച്ചു നോക്കി നിർത്തുക. കാരണം പലതും ഇപ്പം പ്രൊഫഷണൽസിന്റെ അല്ലല്ലോ, ആർക്കും കയറി എന്തും കാണിക്കാവുന്ന ഒരു മേഖലയായി സോഷ്യൽ മീഡിയ മാറിയപ്പോ അവിടെ ഏത് നുണയും ആർക്കും പറയാം. അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എനിക്ക് തോന്നുന്നു ക്രമേണ താഴോട്ട് പോകുന്നതാണ് തോന്നുന്നു. അവിടെയാണ് ഒരുപക്ഷെ നമ്മുടെ പ്രിന്റ് മീഡിയയ്ക്കും അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങൾക്കൊക്കെ വീണ്ടും ഒരു പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുക. കാരണം അവർക്കൊക്കെ കുറച്ച് ചൂടി ഉത്തരവാദിത്തമുണ്ട്. എന്തെങ്കിലും ശരിയല്ലാത്ത കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു നിശ്ചിത പൊസിഷനിലാണ് അവരൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് അവിടെ കുറച്ചുകൂടി സത്യസന്ധമായ വാർത്തകളും ആധികാരികമായ കാര്യങ്ങളും വരും എന്നാണ് നമ്മളുടെ ഒരു സങ്കല്പം. അതിനൊന്നുകൂടി ഉണർവ് കൊടുക്കാൻ മീഡിയ സെന്റർ പോലെയുള്ള കേന്ദ്രങ്ങൾക്ക് കഴിയട്ടെ. നല്ല രീതിയിൽ ജനങ്ങൾക്ക് വിശ്വാസ്യതയുള്ള അറിവുകൾ, വിവരങ്ങളും ലഭിക്കാൻ ഈ സംരംഭം ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
ഏറ്റവും ബഹുമാനായ മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് ശ്രീകുമാർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ്, ഏറ്റവും പ്രിയങ്കരനായ MD തോമസ്, മാധവൻ, ഈ വേദിയിലും സദസ്സിൽ ശ്രീ ചന്ദ്രകുമാറുണ്ട്, വേമ്പേനിയുണ്ട്, രാജീവ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദര രാജീവിന്റെ നേതൃത്വത്തില്, അതുപോലെ തന്നെ ജോയിയുടെ നേതൃത്വത്തില് ഈ നടത്തുന്ന വലിയ ഒരു ശ്രമം ഏറെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ്. അതിനാരും വിരോധം കാണിച്ചിട്ടും കാര്യമില്ല. കാരണം ഇന്ന് ഈ നാട് വലിയ അപകടകരമായ കിടങ്ങിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ ജനാധിപത്യം ലോകത്തിന് തന്നെ മാതൃകയാണ്. ആ മാതൃകയുണ്ടാകാനായിട്ട് സാധ്യമാക്കിയത്, ആ ജനാധിപത്യത്തെ രൂപപ്പെടുത്തിയവര് ഈ നാട് ഇന്ന് വളരെ അഭിമാനത്തോടുകൂടി കാണുന്ന ജനാധിപത്യം എന്ന വലിയ മഹാശ്രീകോവിലിനെ ഉയർത്തി നിർത്തുന്ന 4 തൂണുകളാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ 4 തൂണുകളിൽ ഏറ്റവും പ്രധാനമായ ഒരു തൂണാണ് മാധ്യമം. ലെജിസ്ലേറ്ററിന് എന്തെങ്കിലും തെറ്റുപറ്റിയാലും മാധ്യമത്തിന് ചൂണ്ടിക്കാണിക്കാം. എക്സിക്യൂട്ടീവിന് തെറ്റുപറ്റിയാലും മാധ്യമത്തിന് ചൂണ്ടിക്കാണിക്കാം. ജുഡീഷ്യറിക്ക് തെറ്റുപറ്റിയാലും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അവർക്ക് തിരിച്ചു ചൂണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയേറെ സ്വാതന്ത്ര്യം നൽകിയ, വളരെ മനോഹരമായ, ഭരണഘടനാനുസൃതമായ അംഗീകാരമുള്ള ഒരു മേഖലയാണ് മാധ്യമ മേഖല. ഒരു കാലഘട്ടത്തിൽ ഏതാനും കുറെ ആളുകൾ മാത്രമായി വിരാജിച്ചിരുന്ന ഈ ശൃംഖല ഇന്ന് എല്ലാവരും മാധ്യമ പ്രവർത്തകർ. അതിന്റെ അപകടകരമായ ഒരു നാട്ടിലൂടെ, കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു ചെയ്യുന്നത്. ഭരണകൂട നാട് നന്നാകണമെങ്കിൽ അതിനൊന്നാമതായിട്ട് ജനാധിപത്യമായാലും രാജഭരണമായാലും മറ്റ് ഏകാധിപത്യമായാലും എന്തായാലും ഭരണാധികാരി നന്നാകണം. ആ ഭരണാധികാരി നന്നാകണമെങ്കിൽ ഭരണാധികാരിയുടെ മനുഷ്യൻ എല്ലാവർക്കും അറിയാം. എല്ലാ മനുഷ്യനും അറിഞ്ഞോ അറിയാതെയോ നന്മകൾ ഉള്ളതുപോലെ തന്നെ തിന്മകളും. അവൻ അറിയാതെ തന്നെ പല തിന്മകളിലേക്കും കാലെടുത്ത് വെക്കുമ്പോൾ അത് അരുതേ എന്ന് പറയേണ്ട ബാധ്യത മാധ്യമങ്ങൾക്ക്. ആ മാധ്യമധർമ്മം നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകളായി അത് വളരെ ഭംഗിയായി നിർവഹിക്കപ്പെട്ടിരുന്നു. പക്ഷെ 2-3 പതിറ്റാണ്ട് കാലങ്ങളായി ആ മാധ്യമ പ്രവർത്തനം എവിടെ എന്ന് നമ്മൾ ചിന്തിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ഭരണകൂടങ്ങളെ വിമർശിക്കുന്നവർക്ക് നിലനിൽപ്പില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാട് പോയി. ഭരണകൂടങ്ങളുടെ കുഴലൂത്തുകാരായി മാധ്യമങ്ങൾ മാറുന്നു. എല്ലാ കാലങ്ങളിലും അത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം നമ്മുടെ നാട്ടിലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ 1-2 മാധ്യമങ്ങളെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു എന്നത് വാസ്തവവും സത്യവും ചരിത്രവുമാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു മാധ്യമം ഇല്ലാതായിരിക്കുന്നു.
മനുഷ്യൻ സത്യത്തെ തേടിപ്പോകുന്നത് ആരുടെ മാധ്യമം, ഏത് പത്രത്തിൽ നോക്കിയാലാണ് ആ വാർത്ത സത്യമെന്ന് കരുതാൻ കഴിയാത്ത തരത്തിൽ എല്ലാ മാധ്യമങ്ങളെയും ഒരു സംശയത്തിന്റെ നിഴലിലേക്ക് എത്തിക്കുന്ന തരത്തിൽ നമ്മുടെ മാധ്യമ ലോകം മാറിമറിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഭരണകൂടങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്നത്, തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നില്ല എന്ന് കണ്ടാൽ ആ മാധ്യമ ശൃംഖലയെ, മാധ്യമ പ്രവർത്തകനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പ്രശസ്തയായ മാധ്യമ പ്രവർത്തക ഗൗരി ലങ്കേഷിന്റെ മരണം. ഗൗരി ലങ്കേഷിന്റെ പത്രം അവരുടെ പിതാവ് ആരംഭിച്ച പത്രമാണ്. ആ പത്രം, ഒരു പത്രം എന്ന് പ്രവർത്തിക്കണമെങ്കിൽ പരസ്യമില്ലാതെ നമുക്ക് കഴിയില്ല. ഒരു പരസ്യം പോലും ഇല്ലാതെ ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും തുച്ഛമായ നിലയിൽ എല്ലാ ദിവസവും 6 മണി എന്ന സമയമുണ്ടെങ്കിൽ ആ വീടുകളിൽ എത്തിക്കുന്ന തരത്തിലൊരു വലിയൊരു പത്രശൃംഖലയെ വളർത്തിയെടുത്ത ആ പത്രസ്ഥാപനത്തിന്റെ അധിപയായിരുന്നു ഗൗരി ലങ്കേഷ്. ഒരു ഭരണകൂടത്തിന്റെ തെറ്റായ വഴിയിലേക്കുള്ള പോക്ക് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ അധികാരത്തിൽ വരാനുണ്ടായ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഗവേഷണാത്മകമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് പ്രിന്റ് ചെയ്യുന്ന ദിവസത്തിന്റെ തലേരാത്രിയിൽ അവർ മരണപ്പെടുകയാണ് ഉണ്ടായത്. ആ മരണപ്പെടുത്തിയത് ഗൗരി ലങ്കേഷിനെ കൊല ചെയ്തപ്പോ അവര് മറ്റുള്ള പത്രക്കാർക്ക് അതൊരു വാണിംഗ് ആയിരുന്നു. ആ വാണിംഗിന്റെ പ്രതിഫലനം എന്താണ്? ആ വഴിക്ക് ചിന്തിച്ചിരുന്ന ആളുകളൊക്കെ റിട്ടേൺ അടിച്ചു, യു ടേൺ. അവരെല്ലാം ഭരണകൂടത്തിന്റെ ഭാഗമായി തീർന്നു. പിറ്റേ ദിവസം മുതൽ ഭരണകൂടത്തിന്റെ കുഴലൂത്തുകാരായി മാറി. നമ്മുടെ ഇപ്പൊ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഞാൻ രാഷ്ട്രീയം പറയല്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു ഗവൺമെന്റ് അവർ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു, കുറച്ച് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളും ചെയ്തു. കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും, അതിനകത്തൊന്നോ മുഴുവൻ മാധ്യമങ്ങൾ തന്നെ ഈ ഭരണകൂടത്തിന്റെ അവര് പ്രസിദ്ധീകരിച്ച റീൽസുകൾ ഒരു മാസം ഏതാണ്ട് 2 ലക്ഷം രൂപ ഒരു മാധ്യമ സ്ഥാപനത്തിന് നൽകിക്കൊണ്ട് ഈ 10 വർഷക്കാലവും ആ റീൽസുകൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. ആ റീൽസ് കാണുന്ന ഒരാളും തിരിച്ചു കൂട്ടിയത്തില്ല. പിന്നെ എങ്ങനെ ആളുകൾ തിരിച്ചു ചെയ്തു? അപ്പൊ ഇവിടെയാണ് മാധ്യമത്തിന് ഒരു സത്യമുണ്ട്, ധർമ്മമുണ്ട്, നീതിയുണ്ട്, നമുക്കിതിൽ പ്രവർത്തിക്കാൻ ഇനിയും വലിയ കാലങ്ങളുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. എന്തൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്താലും സത്യവും ധർമ്മവും ഒരു കാലഘട്ടത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഈ നാട്ടിൽ, ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല, വളരെ വലിയ പാരമ്പര്യമുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണനെ പോലെയുള്ള ആളുകൾ അനീതിക്കും അഴിമതിക്കും ഭരണകൂടത്തിനുള്ള നെറികേടുകൾക്കുമെതിരെ പടപൊരുതിന്റെ പേരിൽ നാട് കടത്തപ്പെട്ട പത്രപ്രവർത്തകനാണ്. പത്രപ്രവർത്തനത്തിലൂടെയാണ് പലരും രാഷ്ട്രീയ നേതൃത്വ രംഗങ്ങളിലേക്ക് കടന്നു വന്നത്. ഞാൻ അവിചാരിതയുമായി ഒരു പത്രത്തിന്റെ റിപ്പോർട്ടറായി കടന്നു വന്നതാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ മദ്യവുമായി ബന്ധപ്പെട്ട് ദൂരപരിധിയെ സംബന്ധിച്ച് ഒരു ഗവൺമെന്റ് ആ ദൂരപരിധി 500 എന്നുള്ളത് 50 ആക്കി കുറച്ചു ഒരു വിജ്ഞാപനത്തിലൂടെ. അതിനെതിരായി ഒരു ലേഖനം എഴുതി ഞാൻ എന്റെ പാർട്ടിയുടെ മുഖപത്രമായ വീക്ഷണത്തിന്റെ അന്നത്തെ ചീഫ് എഡിറ്റർ എസി ജോസ് സാറിന് ഒരു ലേഖനം എഴുതി കൊടുത്തു. അദ്ദേഹം അത് വായിച്ചിട്ട് പ്രസിദ്ധീകരിച്ചില്ല. പ്രസിദ്ധീകരിക്കാൻ പത്രത്തിന് കുഴപ്പമായിട്ടായിരിക്കും പ്രസിദ്ധീകരിച്ചില്ല. പക്ഷെ എന്താണേലും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നോട് ഒരു ദിവസം വിളിച്ച് കൊച്ചിയിലേക്കൊന്ന് വരാമോ? ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഏറ്റുമാനൂർ മേഖലയുടെ റിപ്പോർട്ടറായിട്ട് പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ. അപ്പൊ ഞാൻ എന്റെ പരിമിതികളൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും കുഴപ്പമില്ല, ഇത് പാർട്ടി മുഖപത്രമായതുകൊണ്ട് 24 മണിക്കൂറും വേണ്ട, അത്യാവശ്യം വാർത്തകളൊക്കെ എടുത്തു കൊടുത്താൽ മതി എന്ന് പറയുകയും അങ്ങനെ കുറെ വർഷങ്ങളായിട്ട് മാധ്യമ രംഗത്തേക്ക് കടന്നു വരികയും പലപ്പോഴും ഈ മാധ്യമങ്ങൾ ചിലപ്പോൾ നമ്മളോട്, അതുകൊണ്ട് എനിക്കുണ്ടായൊരു ഗുണം,
ഈ ചില സന്ദർഭങ്ങളിൽ പറയും ഒരു ലേഖനം എഴുതി തരണമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ലേഖനം എഴുതാൻ വേണ്ടിയുള്ള ഒരു പഠനം നടത്തും. അപ്പൊ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയും. അതുകൊണ്ട് ഈ മേഖലകളിലെ സത്യസന്ധത കാത്തുരക്ഷിക്കാൻ നമുക്ക് കഴിയണം. സത്യം പറയുന്നവരായിരിക്കണം മാധ്യമപ്രവർത്തകർ. പലപ്പോഴും അത് സാധിക്കുന്നില്ല. എല്ലാവരും ഇന്നിപ്പോ ഭരണകൂടങ്ങളെ അവരെ താലോലിക്കുവാനും അവരുടെ നല്ല മോശ വശങ്ങൾ ഉണ്ടെങ്കിൽ അവർ തുറന്നു പറയാതെ അവരെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. അതാണ് നമ്മുടെ നാടിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ ഇവിടെ പറഞ്ഞു, നമ്മുടെ MP തോമസ് സാറ് ഇവിടെ സൂചിപ്പിച്ചു. പേടിയാണ് നമുക്ക് സോഷ്യൽ മീഡിയ നോക്കാൻ പേടിയാണ്. ഈ പച്ചത്തെറി പണ്ട് കാലത്തൊക്കെ തെറി പറയുന്നത്, എഴുതുന്നത്, കത്തയക്കുന്നതൊക്കെ നമുക്കൊരു സങ്കോചം ഉണ്ടായിരുന്നു. ഇന്ന് പച്ചത്തെറി പരസ്യമായിട്ട് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന രീതിയിൽ എഴുതി വിടുകയാണ്. ആർക്കും ഒരു നിയന്ത്രണവുമില്ല. ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കണം. അവാസ്തവമായ കാര്യങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന നിതാന്തമായ ഒരു പരിശ്രമമായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ സത്യസന്ധത ഇല്ലായ്മ ഉണ്ടായിരിക്കുന്നു. ഇതിനെല്ലാം ഒരു നീതമായ നിയമങ്ങളും നിയന്ത്രണവും ഉണ്ടായില്ലെങ്കിൽ പല വഴിക്ക് ആളുകൾ കടന്നുപോകും. നമ്മുടെ നാടിനെ തന്നെ തെറ്റിദ്ധരിലേക്ക് നയിക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഏതായാലും ഈ കാലഘട്ടത്തിൽ ഇതിന് നമുക്ക് ചിന്തിക്കുവാനും ഈ 5 മിനിറ്റ് നേരമെങ്കിലും ഇവിടെ കുറച്ച് ആളുകളെ ഉണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ, പലപ്പോഴും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയം എന്ന നിലയിൽ ഇത് ചർച്ച ചെയ്യാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമാണ്. ഈ മീഡിയ സെന്ററിന്റെ പ്രവർത്തനം ഇത്തരത്തിലുള്ള ഇന്ന് ആരെയും ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല, ഇതൊരു നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ആ പ്രവർത്തനങ്ങൾക്ക് പലപ്പോഴും ഇവിടെ പ്രസ് ക്ലബ്ബുകളാണെങ്കിലും മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു പറയാൻ കഴിയില്ല. ഞാനിവിടുത്തെ പ്രസ് ക്ലബില് മെമ്പർഷിപ്പ് ചോദിച്ചു. അപ്പോ ഞാൻ ഈ ഏറ്റുമാനൂരിലുള്ള റിപ്പോർട്ടർ ആയതിനു ശേഷം PT തോമസ് ഇതിന്റെ ഈ വീക്ഷണം പത്രത്തിന്റെ MD ആയ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇടുക്കി ആലപ്പുഴയും കോട്ടയം കൂടിയുള്ള സർക്കിളിന്റെ മാർക്കറ്റിംഗ് മാനേജരായിട്ട് സേവനം അനുഷ്ഠിക്കും. ശമ്പളമൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഏറ്റെടുത്തു. അപ്പൊ ഞാൻ മെമ്പർഷിപ്പ് ചോദിച്ചു തന്നപ്പോഴത്തേക്ക് പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് എന്നോട് പറഞ്ഞ്, കോട്ടയത്തിരിക്കുന്ന ഒരു കത്ത് വേണം. ആ പുള്ളി എന്റെ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ആ പുള്ളിയുടെ കത്ത് മേടിച്ചിട്ട് തന്നെ മെമ്പർഷിപ്പ്. എനിക്ക് ഇതിന്റെ മെമ്പർഷിപ്പിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. ഏതായാലും പത്രപ്രവർത്തനം ഞാൻ അന്ന് മുതൽ നിരീക്ഷിക്കുന്നുണ്ട്. ഇവരൊന്നും ശരിയായ രീതിയിലാണോ പോകുന്നത് എന്നൊക്കെയുള്ളത് നമ്മളൊക്കെ അതൊക്കെ വിമർശിക്കണം. പത്രപ്രവർത്തകര് കുഴലൂത്തുകരായി മാറാൻ പാടില്ല. നാടിന്റെ പൊതുവായ പ്രശ്നങ്ങൾ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായ വിഷയങ്ങൾ നമ്മുടെ ഈ പത്രത്തിലൊന്നും ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 10 വർഷക്കാലം, കഴിഞ്ഞ 5 വർഷക്കാലം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിരവധിയായ സംഭവങ്ങൾ, നമ്മുടെ സാംസ്കാരിക പൈതൃകത്തെ പോലും പോറലേൽപ്പിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ട് ഈ ഏറ്റുമാനൂരിലെ പത്രപ്രവർത്തകർ ആരും അതിനെക്കുറിച്ച് ഒരു വരി എഴുതിയിട്ടില്ല. വീക്ഷണത്തിൽ ഞാൻ എഴുതിയിരുന്നു. അപ്പോ അത് നമ്മൾ തുറന്ന് നാട്ടിൽ നടക്കുന്ന ഈ തെറ്റിനെ തുറന്നു കാണിക്കാൻ പത്രപ്രവർത്തകർ കഴിയണം. അതിനൊരു പ്രചോദനമാകട്ടെ ഈ സെമിനാർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാനാണ് ഇടയ്ക്ക് കയറിയത്. ഒന്ന്, മെഡിക്കൽ കോളേജിലെ ഒരു ചെറിയ അപകടത്തിൽ റിപ്പോർട്ട് ചെയ്യാനായിട്ട് രഞ്ജിത്തും വൈഫും പോയിട്ടുണ്ട്, അവരെത്തും. പിന്നെ നമ്മുടെ ബാങ്കിന്റെ പ്രസിഡന്റ് വരുന്നുണ്ട്, മലയാള മനോരമയുടെ സർക്കുലേഷൻ മാനേജർ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, നമ്മൾ ഈ തുടങ്ങിയത് ഞാൻ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതാണ്, തെറ്റിദ്ധാരണ വരുത്തുന്ന പല ഇതും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആർക്കും എതിരല്ല. ഏറ്റുമാനൂരെ വാർത്ത ശ്രദ്ധിക്കപ്പെടണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. പലരും പല ചായ പ്രമാണിച്ച് ചില വാർത്തകൾ കൊടുക്കും, ചില വാർത്തകൾ മുക്കും. അതറിയാതെ എന്താ പറയാതെ പറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മുടെ ഈ മാധ്യമത്തിൽ ഇവിടെ വരുന്ന വാർത്തകൾ ഏറ്റുമാനൂർ മാത്രമല്ല, കോട്ടയം പ്രസ് ക്ലബ്ബ് പോലെയുള്ള മഹാപ്രസ്ഥാനവുമായി ടൈപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. വഴക്കോ ബഹളത്തിനോ നമ്മളില്ല. വഴക്കുണ്ടാക്കുന്നവരുണ്ടായിക്കോട്ടെ. ഒരു ഉദാഹരണം പറഞ്ഞ്, ഇന്നിപ്പോ 12 മണിക്ക് കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഒരു വലിയ കോൺഫറൻസ് ഇപ്പം നടക്കുകയാണ്. മീഡിയ നമ്മൾ പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരാഞ്ഞത്, അല്ലെ അവരാരെങ്കിലും വന്നേനെ. ഇന്ന് 12 മണിക്ക് അവിടെ വന്നു കഴിഞ്ഞ ആൾക്കാർ നമ്മുടെ ഈ സീനിയർ ലീഡേഴ്സ് ഫോറത്തിന്റെ പത്രസമ്മേളനം ഇത് പറയാം. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക, രഞ്ജിത്ത് വരുമെന്നാ പറഞ്ഞ് ഈ മെഡിക്കൽ കോളേജിൽ അവരുടെ കൂടെ നിൽക്കുകയാണ്. മനോരമയുടെ സർക്കുലേഷൻ മാനേജർ ഇപ്പൊ വരും.
അടുത്തായി നമ്മുടെ പത്രപ്രവർത്തക റൈസ ബീഗം മാഡത്തിനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ കൃഷ്ണൻ സാർ, ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത ശ്രീ ഉമാ സാർ, ഈ യോഗത്തിന്റെ ഈ പരിപാടിയുടെ അണിയറ ശില്പികളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും വ്യാപാര വികസന സമിതിയുടെ ചെയർമാനുമായ ശ്രീ എൻ പി തോമസ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്നിവിടെ എന്നെപ്പറ്റി ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറഞ്ഞു കേട്ടോ, അത് ഞാൻ ശരിയല്ല എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ്. അതായത് മാധ്യമങ്ങളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. 2000 മാതൃഭൂമിയുടെ ലക്ഷ്മി വേദിയുടെ ഒരു സ്ത്രീകളുടെ ഒരു സംഘടന വന്നപ്പോ ഞാൻ അതിന്റെ സ്ഥാപക ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവരുമായിട്ട് ഒരു ഏറെ 10 വർഷക്കാലം പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നീട് SBTയിലായിരുന്നു ജോയിൻ ചെയ്ത് SBIയിലെ മാനേജറായിട്ട് റിട്ടയർ ചെയ്തതാണ്. പ്രസിഡൻസ് അസോസിയേഷന്റെ അതിരമ്പുഴ മറ്റം പ്രസിഡൻസ് അസോസിയേഷന്റെ 3 വർഷത്തെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഒരു സിനർജി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഗ്രൂപ്പിലെ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള മെമ്പറാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ, പിന്നെ ജനകീയ വികസന സമിതിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു പോരും, അത്രയേ ഉള്ളൂ. ഇന്നിവിടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന നമ്മുടെ മാധ്യമങ്ങളെ പറ്റിയാണ്. അതായത് പൊതുസമൂഹത്തിന്റെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ നെടും തൂണായിട്ടുള്ള മാധ്യമങ്ങൾ, അവർക്ക് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ നമ്മൾക്ക് ചില വെല്ലുവിളികൾ നേരിടുന്ന മാധ്യമ പ്രസ്ഥാനത്തെ എങ്ങനെ നമുക്ക് നേർവഴിക്ക്, അല്ലെങ്കിൽ നമ്മുടെ ചെറുതായ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് എങ്ങനെ നമ്മൾക്ക് ഈ നാട്ടിലെങ്കിലും എങ്ങനെ നമുക്ക് നയിക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് ഇന്നിവിടെ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും പണ്ടൊക്കെ വീട്ടിൽ ഒരു പത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പത്രം വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അടിപിടിയായിരുന്നു പത്രത്തിന്റെ. ഓരോ പേജും ഓരോരുത്തർക്ക് ഡിവൈഡ് ചെയ്തിട്ടായിരുന്നു നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾക്കൊരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയുവാനായിട്ട് ആ ഒരു മീഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഒരു വീട്ടില് 2ഉം 3ഉം അതിലധികവും പത്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ പത്രങ്ങളിലെ വാർത്തകൾ വായിച്ചാല് ഒരു തൃപ്തി വരാത്ത ഒരവസ്ഥയാണ് ഇന്ന് നമ്മൾ ഇവിടെ നേരിടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നേരത്തെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിന് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. യോഗാധ്യക്ഷൻ മുതൽ ഉദ്ഘാടക പ്രസംഗം നടത്തിയ ശ്രീകുമാർ സാറ്, NB തോമസ്, എല്ലാം ഹരിദാസ് സാറ് വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. ഞാൻ കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്? നമ്മളുടെ ഉദ്ദേശം നിഷ്പക്ഷത, സത്യസന്ധത ഉള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ മാധ്യമങ്ങൾക്ക് ശരിക്കും ഒരു നാടിനെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭാവിയെ നിയന്ത്രിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അത് സത്യസന്ധമായിട്ടാണോ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് നേരത്തെ പറഞ്ഞ ഘടകങ്ങൾ ഇവിടെ ബാധകമാണ്. അതായത് റവന്യൂ വേണം പത്രം പ്രവർത്തിച്ചുകൊണ്ട് പോകാനായിട്ട്, അതിനുള്ള സോഴ്സ് ഓഫ് ഫണ്ട് വേണം. ഇതെല്ലാം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ
ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു എല്ലാ കാര്യങ്ങളും ഒരു ബിസിനസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കുള്ള ജനങ്ങളെ സേവിക്കുക എന്നുള്ള ആ മാധ്യമങ്ങളുടെ ആ ഒരു ധാർമ്മികത ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എങ്ങനെ നമുക്ക് നമ്മുടെ നാട്ടിലെങ്കിലും നമുക്കിതിനൊരു തുടക്കം കുറിക്കാൻ കഴിയും? മീഡിയ സെന്ററിന്റെ ഈ ഉദ്ഘാടന ദിവസത്തോട് അനുബന്ധിച്ച് അത് മുതൽക്ക് നമ്മൾക്ക് നല്ല ഒരു മാറ്റങ്ങൾ വരുത്താൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടുതൽ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നില്ല. ഇനി ചർച്ചകൾ വരുന്നുണ്ട് എന്ന് പറയുന്നു. അതുപോലെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ ആദരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും ഞാൻ അറിയിക്കുകയാണ്. അതോടുകൂടി തന്നെ എന്നെ ഇവിടെ ക്ഷണിച്ച് ഒരു അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്നത് മലയാളം മാനേജറാണ്. ആ സഹപ്രവർത്തകൻ രണ്ടുപേരും പൊതുപ്രവർത്തകനും ഫോർവേഡ് ബഹുമാന്യനായ യോഗാധ്യക്ഷൻ, ഈ മീഡിയ സെന്ററിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീ KR ഉണ്ണികൃഷ്ണൻ നായർ, ഈ ചെറുതെങ്കിലും പ്രൗഢമായ ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചും അതിന്റെ അപജയങ്ങളെക്കുറിച്ചും നമുക്ക് വിശദമായി പറഞ്ഞു തന്ന ശ്രീകുമാർ സാറ്, അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിനെ കുറിച്ച് വിശദമായി പ്രതിപാദിച്ച എൻ്റെ ചിരകാല സുഹൃത്തും വീക്ഷണം പത്രത്തിന്റെ റിപ്പോർട്ടും അതുപോലെ സജീവ രാഷ്ട്രീയ പ്രവർത്തകനുമായ ശ്രീ KG ഹരിദാസ്, ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് ശ്രീ LB തോമസ്, മുൻപ് എനിക്ക് പരിചയം എന്ന് പറയുന്നത് മറ്റം കവല റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീമതി റൈസ ബീഗം, ഇതിന്റെ മുഖ്യ സംഘാടകനും കേരളത്തിലെ വിവിധ സംഘടനകളുടെ സാരഥിയുമായ എൻ്റെ പഴയകാല സുഹൃത്ത് ശ്രീ B രാജീവ്, അതുപോലെ കോൺഫെഡറേഷൻ ഓഫ് പ്രസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും, അതോടൊപ്പം തന്നെ വിവിധ ഇപ്പോ ഈ നാടൻ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി, മറ്റു പല സംഘടനകളുടെയും ഭാരവാഹിത്വമൊക്കെ വഹിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയായ ശ്രീ ബിജോ കൃഷ്ണൻ തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ വിശിഷ്ട വ്യക്തികളെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് വേദിയല്ല ഇവിടെ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ ചർച്ചാ വിഷയം. മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യൻ സാമൂഹ്യ സൃഷ്ടിയാണ്. സാമൂഹ്യ സൃഷ്ടിയായ മനുഷ്യനെ സംബന്ധിച്ച് ആ സമൂഹത്തോടുകൂടെ വലിയ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. ആ പ്രതിബദ്ധത നിറവേറ്റുന്ന ആ വഴികളിലൂടെയുള്ള സഞ്ചാരമാണ് മാധ്യമ പ്രവർത്തനം എന്നാണ് ഞാൻ എൻ്റെ ചെറിയ അറിവ്. പക്ഷേ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇന്ന് മാധ്യമ പ്രവർത്തനം സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിറവേറ്റലാണോ എന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാന് ഇപ്പോ ചെറുവാണ്ടൂർ രജിസ്റ്റർ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ആ അസോസിയേഷന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്നു ഞാൻ. ആ അസോസിയേഷൻ അവിടെ രൂപീകരിക്കാനിടയായ സാഹചര്യം എന്ന് പറയുന്നത്, അവിടെ ജനവാസ മേഖലയിൽ ഒരു കുഞ്ചപ്പാടത്തിന്റെ സൈഡിൽ കൊണ്ടുവന്ന ഒരു പ്ലൈവുഡ് ഫാക്ടറി ഒരു വ്യക്തി യാതൊരു തരത്തിലുമുള്ള നിയമ പരിരക്ഷയില്ലാതെ ഒരു പ്ലൈവുഡ് ഫാക്ടറി സ്ഥാപിച്ചു. ആ പ്ലൈവുഡ് ഫാക്ടറി തൊട്ടപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്ന കുടുംബങ്ങൾക്ക് അവിടുത്തെ ജീവിതങ്ങൾക്ക് വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞപ്പോ അവരതിനെതിരെ പ്രതികരിച്ചു. പക്ഷേ ഇതിന്റെ ഉടമ ഒരു വലിയ
സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാധീനമുള്ള വ്യക്തിയായതുകൊണ്ട് ഇവിടെ പ്രതികരണങ്ങളുടെ വില പോയില്ല. അങ്ങനെയാണ് അവരെന്റെ അടുത്ത് വരുന്നത്. അപ്പൊ ഇതൊരു ജനകീയ പ്രസ്ഥാനത്തിന്, ഒരു ജനകീയ സംഘടനയ്ക്ക് മാത്രമേ ഇതിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഇവിടെ ബിസിനസ് അസോസിയേഷൻ ഇല്ലല്ലോ, നമുക്കൊരു അസോസിയേഷൻ രൂപീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് അന്ന് അതിന്റെ സമീപസ്ഥരായ ഒരു 77 കുടുംബങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചെറുമാട് രജിസ്റ്റർ ബിസിനസ് അസോസിയേഷൻ എന്ന് പറയുന്ന ആ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. ഞാനത് ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങള് അതിലൂടെ നിരന്തരമായ പോരാട്ടം ഈ പ്ലൈവുഡ് ഫാക്ടറിക്കെതിരെ നടത്തി. പക്ഷെ ഒരു നീക്കവും ഉണ്ടായില്ല. ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ഏറ്റുമാനൂർ ഒരു ക്ലബിൽ ഒരു പത്രസമ്മേളനം നടത്തി അതിന്റെ ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച്, വൈഷമ്യങ്ങളെ കുറിച്ച്, അതിന്റെ നിരന്തരമായ ജനദ്രോഹ വശങ്ങളെ കുറിച്ചൊക്കെ ഒന്നും യാതൊരു വാർത്തയും വെളിച്ചം കണ്ടില്ല. പിന്നീട് ഞങ്ങൾ കോട്ടയം പത്രത്തിൽ പോയി അവിടെ വെച്ച് ഞങ്ങള് ഒരു പത്രസമ്മേളനം നടത്തിയെങ്കിൽ പോലും വളരെ വേദനയോടെ പറയുകയാണ്, ഒരു വാക്ക് പോലും ഒരു പത്രത്തിലും അച്ചടിച്ച് വന്നില്ല. ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇത് മാധ്യമങ്ങള് ഈ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദോഷവശങ്ങളെ അല്ലെങ്കിൽ ആ ജനഹിതങ്ങളല്ലാത്ത പ്രശ്നത്തിനെ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുവാനല്ല അവർക്ക് ആഗ്രഹം, അവർക്ക് താല്പര്യം. അതിനുശേഷം ഞങ്ങളത് നിരന്തരമായി ഹൈക്കോടതിയിലും പിന്നെ സുപ്രീം കോടതിയുടെ ഒരു വിങ്ങൽ വരെ അതിന്റെ കേസുമായി പോയിട്ടാണ് ഞങ്ങൾക്ക് ആ പ്രസ്ഥാനം അടച്ചുപൂട്ടിക്കുവാൻ കഴിഞ്ഞത്. അതൊരനുഭവം. ഒരിക്കല് എന്റെ ഭാര്യ ഇന്ന് ജീവിച്ചിരിപ്പില്ല. എന്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന ഉണ്ടായപ്പോ ഒരു ഓട്ടോറിക്ഷയില് അവളെയും കൊണ്ട് ഞാൻ ഏറ്റുമാനൂരിലേക്ക് ഡോക്ടറെ കാണാൻ വരുമ്പോ നമ്മുടെ ഏറ്റുമാനൂരിലെ വലിയ പച്ചക്കറി മാർക്കറ്റ് ഇപ്പൊ നടത്തുന്ന ആളല്ല, അതിന്റെ യഥാർത്ഥ ഉടമ നടത്തുന്ന സമയമാണ്. 6 പേര് റോഡിന്റെ 2 വശങ്ങളിലും വാഹനങ്ങള് പാർക്ക് ചെയ്യുന്നതിലൂടെ അവിടെ നിന്ന് കടന്നു പോരുവാൻ കുറെ സമയമെടുക്കേണ്ടി വന്നു. ഞാന് ഈ മാർക്കറ്റിനോടനുബന്ധിച്ച് അതിന് പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാന് ഇവിടെ അന്ന് ഇരുന്ന സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു പരാതി കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം അതിനകത്ത് ഇടപെടണം, ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. പറഞ്ഞ അദ്ദേഹം എന്നോട് ചോദിച്ചു, ജോയിച്ചേട്ടൻ ഒരു നല്ല മനുഷ്യനല്ലേ എന്ന് ചോദിച്ചു. ഇവിടെ വന്നിട്ട് 3 മാസമേ ആയുള്ളൂ ആ സർക്കിൾ ഇൻസ്പെക്ടർ, പേര് ഞാൻ പറയുന്നില്ല. പിന്നീട് ഞാൻ പത്രങ്ങൾക്ക് അതിലേക്ക് ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച്, അവിടെ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കുകളെ കുറിച്ചൊക്കെ പത്രങ്ങൾക്ക് ഞാൻ വാർത്ത പലതവണ എഴുതി കൊടുത്തെങ്കിലും ഒരു വാർത്തയും പത്രത്തിൽ വന്നില്ല. ഇതിന്റെയൊക്കെ കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥമായി ജനങ്ങളെ അറിയിക്കേണ്ട ആ യാഥാർത്ഥ്യങ്ങൾ, ആ വസ്തുതകൾ ജനങ്ങളെ അറിയിക്കുവാൻ മാധ്യമങ്ങൾ പലതും തയ്യാറാകാതെ വരുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തേണ്ട ഒരു സാഹചര്യം സംജാതമായി എന്നുള്ളത് കൊണ്ടാണ് ശ്രീ ബി രാജീവിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മീഡിയ സെന്റർ ഇവിടെ തുടങ്ങുവാൻ തീരുമാനിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതും അനീതിയാണെന്ന് ബോധ്യം വന്നാൽ അതിനെതിരെ പ്രതികരിക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തേ മതിയാവും എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രസ്ഥാനം അതിന്റെ ലക്ഷ്യത്തിലേക്ക് കടക്കുവാൻ അതിന് കഴിയട്ടെ. അത് വളരെ സുതാര്യമായ രീതിയിൽ ഇതിന്റെ പ്രയാണം മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇവിടെ 2 വാക്ക് സംസാരിക്കാൻ അവസരം തന്നതിന്റെ സംഘാടകർക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തതായി സമാധാനമായ ബിജോ കൃഷ്ണനെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഇപ്പൊ ഇവിടെ പല കാര്യങ്ങളും പലരും സംസാരിക്കുന്നുണ്ടായി. പത്രധർമ്മം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളൊക്കെ ചെറുപ്പത്തിൽ തൊട്ട് കേട്ടിരിക്കുന്നത്. അതിവിടെ പൂർണ്ണമായിട്ട് പാലിക്കുന്നുണ്ടോ? എൻ്റെ ഒരു ചോദ്യം അതാണ്. ചെറുപ്പത്തിലൊക്കെ ന്യൂസ് പേപ്പർ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക, രാവിലെ ഒരു ഗ്ലാസ് കടുങ്കാപ്പൂ കുടിക്കുന്ന പത്രം വായിച്ചുണ്ടാവും. അന്നത്തെ ദിവസം ഒരു പത്രം വന്നില്ലെങ്കിൽ, നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടാണ്. ഇന്ന് പേപ്പർ കണ്ടില്ല.
പക്ഷെ ആ കാലഘട്ടം ഇപ്പൊ മാറി വരികയാണ്. കാരണം പത്രങ്ങൾ പോലും ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാവരും ഓൺലൈനിലോട്ടായി കഴിഞ്ഞു. മനോരമയായി, മാതൃഭൂമിയായി, എല്ലാവർക്കും ഓൺലൈൻ പേപ്പറുകളായി തുടങ്ങി. മുമ്പോട്ട് ഇതുവരെ രീതിയിൽ പത്രങ്ങൾ, കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇപ്പൊ താല്പര്യമില്ല, എല്ലാവരും ഇപ്പൊ മൊബൈലിന്റെ പുറകെ. അതിപ്പോ നമ്മുടെ ഉദ്ഘാടനം ചെയ്ത ശ്രീകുമാർ സാർ സംസാരിക്കുകയുണ്ടായി. ഒരു റോഡിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ഫോട്ടോ എടുക്കുക, ആദ്യമേ എത്ര ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ, എന്നിട്ടുള്ളൂ അയാളുടെ ജീവന്റെ വില. നമ്മൾ പലയിടത്തും കാണുന്നത് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അയാൾ ആശുപത്രി പോലും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നില്ല. അതിനു മുമ്പ് ഈ ഫോട്ടോ എടുത്ത് ആദ്യമേ എത്തേണ്ടടുത്ത് എത്തിച്ചു കഴിഞ്ഞിട്ടുള്ളൂ രണ്ടാമത്തെ ചാൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതൊക്കെ ഒരു തെറ്റായ പ്രവണതയാണ്. പിന്നെ സത്യസന്ധമായ രീതിയിലുള്ള വാർത്തകൾ മാത്രം കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു മീഡിയ നിൽപ്പുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സംഭവങ്ങൾ നടന്നപ്പോൾ പുറത്തുനിന്ന് പല 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 വാർത്തകൾ ഞാനും കാണുന്നുണ്ട്. ഇതിന്റെ ആവശ്യമുണ്ടോ, ഇങ്ങനെ ഒരു സംഘടന ഇവിടെ വേണോ എന്നൊക്കെ പലരും സംസാരിക്കുന്നുണ്ട്. ഏത് പ്രസ്ഥാനമാണെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് കൂടെ രണ്ടാമതൊരു പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആവുള്ളൂ, എങ്കിലുള്ളൂ ശരിയായ പ്രവർത്തനം നടക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു കട തുടങ്ങിക്കഴിഞ്ഞാൽ അതേ കട തന്നെ വേറൊരാൾ തുടങ്ങുമ്പോൾ ആദ്യം എല്ലാവരും പറയും എന്റെ കഞ്ഞുകൂടി പൊട്ടിക്കാനാണ് അയാൾ തുടങ്ങുന്നത്. പക്ഷെ ഇപ്പൊ ഏതെങ്കിലും പ്രസ്ഥാനം ആയിക്കോട്ടെ, ആ കടയിൽ ചെന്നൊരു സാധനം മേടിക്കുമ്പോൾ അത് അവിടെ ഇല്ലെങ്കിൽ അടുത്ത കടയിൽ ഉണ്ടെങ്കിൽ ആ ബിസിനസ് ആ രണ്ട് കടയിൽ മാത്രമായിട്ട് ഒതുങ്ങും, ഇല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിന്ന് ആ ബിസിനസ് പോവുക. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതുകൊണ്ട് ഇതൊരു വൻ പ്രസ്ഥാനമായിട്ട് തീരും എന്ന് എനിക്ക് മനസ്സിൽ തോന്നുന്നുണ്ട്. അത് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് തുടങ്ങാൻ ഇതിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് രാജ്യമായിട്ടിന്ന് എന്റെ ഹൃദയത്തിന് വശം നന്ദി രേഖപ്പെടുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഏറ്റുമാനൂരിലെ സാമൂഹിക രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീ വി രാജീവ് സാറിന്റെ നേതൃത്വത്തിൽ തന്നെ ഈ മീഡിയ സെന്ററിന്റെ ഒരു പ്രവർത്തനം ഇവിടെ ആരംഭിക്കുകയാണ്. അതിനോടനുബന്ധിച്ചുള്ള ഒരു ശില്പശാല ഇവിടെ നടത്തപ്പെടുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്രധർമ്മം ഏറ്റവും അധികം വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സത്യസന്ധമായ ഒരു പ്രവർത്തനം ആണ് അതിലൂടെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ന് തെറ്റായ വാർത്തകളും സൃഷ്ടിക്കാൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ചെയ്യുന്നുണ്ടെന്നുള്ളത് തന്നെ അതും ഒരു കടുത്ത അനീതിയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് അവരുടെ മുമ്പിൽ വരുന്ന ഏതെങ്കിലും വാർത്ത അതിന്റെ സത്യസന്ധതയിലോട്ട് വിരൽ ചൂണ്ടാതെ തന്നെ ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്നും അത് പിടിവിട്ടു പോകുന്ന രീതിയിലോട്ട് ആ വാർത്ത പോവുകയും അതിലൂടെ ആ വ്യക്തിക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും എല്ലാം ഒട്ടേറെ അപകീർത്തികരമായ അവസ്ഥകളും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലുള്ള ആ പത്രധർമ്മം ചെയ്യുമ്പോൾ നമ്മൾ രണ്ടു വട്ടം ആലോചിച്ചിട്ട് അത് സത്യസന്ധമായ രീതിയിൽ തന്നെ ആ പ്രവർത്തനം, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. സത്യസന്ധമായ വാർത്തകൾ കേൾക്കാനും അത് വായിക്കാനുമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള ആ പത്രധർമ്മത്തിന് ഒട്ടേറെ മോശമായ രീതിയിലുള്ള ഒരു അവസ്ഥയുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ പ്രവർത്തകരും ഈ മേഖലയിലുണ്ട്. ഏറ്റുമാനൂരെ സംബന്ധിച്ച് ഒട്ടേറെ വികസനങ്ങളും ഒട്ടേറെ മാറ്റങ്ങളും എല്ലാം വരേണ്ടതായിട്ടുണ്ട്. അതെല്ലാം അധികാരികളുടെ മുമ്പിൽ ഓരോ കാലഘട്ടത്തിലും അത് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ഇവിടുത്തെ ദൃശ്യ പത്രമാധ്യമങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇനിയും അത് കൂടുതലായിട്ട് തന്നെ നമുക്കറിയാം. ഇവിടെ ഒരു ഭരണമാറ്റം വരികയും അതുപോലെ ഏറ്റുമാനൂർ പുതിയ MLA വരികയും കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ, ഏറ്റുമാനൂരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലും മുഴുവൻ പ്രവർത്തനങ്ങളിലും അത് അധികാരികളുടെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഈ ദൃശ്യ മാധ്യമങ്ങൾക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഭാവിയിലും ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നിവിടെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, മാധ്യമ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരുമായ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം.
ഞാൻ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ശരിയാണ്, മനുഷ്യനിർമ്മിതമായ മനുഷ്യസ്ഥാപിതമായ എല്ലാത്തിലും പോരായ്മകളുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഞാൻ ഇവിടെ സന്തോഷിക്കുന്ന ഒരു കാര്യം, മാധ്യമ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ശരിയാണ്, ചില സമയത്ത് ചില അടിച്ചമർത്താനുള്ള ശ്രമങ്ങളും ചില പീഡനങ്ങളും ചില ആരോപണങ്ങളും കുറ്റാരോപണങ്ങളും ഒക്കെ മാധ്യമങ്ങളുടെ പേരിൽ ഉണ്ടാകാറുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സമീപ രാഷ്ട്രങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലുക. ചൈനയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും ചുറ്റുമുള്ള പല ഏഷ്യൻ രാജ്യങ്ങളിൽ നോക്കുക. ഭരണത്തെ സംബന്ധിച്ചോ ഭരണാധികാരികളെ സംബന്ധിച്ചോ വിമർശനപരമായി ഒന്നും പറയാൻ സാധിക്കുകയില്ല. നമ്മുടെ നാട്ടില് മാധ്യമങ്ങൾക്ക് സത്യസന്ധമായിട്ട് സത്യം വിളിച്ചു പറയാനുള്ള അവകാശമുണ്ടെന്ന് ഞാൻ പറയും. ആ അവകാശത്തെ ആരെങ്കിലും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ അതിനെതിരായിട്ട് പോരാടുന്നവരാണ് ഈ നാട്ടിലെ ആൾക്കാരെ. സുഹൃത്തുക്കളെ, ഞാൻ മാധ്യമ പ്രവർത്തകരല്ല. ഞാൻ മാധ്യമങ്ങൾ കാണുകയും മാധ്യമങ്ങളെ വിലയിരുത്തുകയും അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും നല്ല മാധ്യമം ഈ നാട്ടിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ശരിയാണ്, എന്റെ മുൻഗാമികൾ ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പ്രായമൊക്കെ അല്പം കൂടിയതുണ്ട്, ഓരോ വർഷം ഓരോ വയസ്സ് കൂടുന്നതുകൊണ്ട് ചിലപ്പോൾ മറവിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ കാട് കയറാതിരിക്കാൻ വേണ്ടി ഒരു 5-6 വാക്കുകൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ വാക്കുകൾ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അതായത് ഞാൻ മാധ്യമ രംഗത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാമല്ലോ, എനിക്ക് സംതൃപ്തിയാണുള്ളത്. ഇന്ന് നമ്മുടെ മാധ്യമങ്ങള് നല്ല രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്, പ്രതികരിച്ചത് കൊണ്ടാണ്, ശരിയായ പൊതുജന അഭിപ്രായം അതിക്രമങ്ങളെ ഇല്ലായ്മ ചെയ്യാനേ അതിനെതിരാണ് ജനങ്ങളെ അണിനിർത്തുവാൻ സാധിച്ചതെന്നുള്ളതിന് യാതൊരു സാധ്യതയും എനിക്കില്ല സുഹൃത്തുക്കളെ. അപ്പോഴേ ഇത് സോഷ്യൽ മീഡിയയെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഞാൻ പറയുകയല്ല സോഷ്യൽ മീഡിയ ഒന്നടക്കം മോശമാണെന്ന്, തെറ്റായിട്ടുള്ളതുണ്ട്. പക്ഷെ നമുക്ക് വിവേകമുണ്ട്. വിവേകബുദ്ധിയോട് കൂടി അതിനെ കാണുക. ഏതെങ്കിലും പ്രസ്ഥാനത്തിന്റെ നെഗറ്റീവിനെ എന്റെ ന്യൂനതകളെ പരാമർശി വലുതാക്കിയാൽ അതിന് പബ്ലിസിറ്റി കൂടെയുള്ളൂ. ആ ന്യൂനതയെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. അതിനകത്തുള്ള പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഉയർത്തി കാണിക്കുക. അപ്പോൾ അത് നന്നാകും. ഞാനൊരു കാര്യം പറയാം, ഞാൻ സോഷ്യൽ മീഡിയയിൽ മറ്റ് മീഡിയ ചാനലുകൾ പത്രങ്ങൾ എല്ലാം നോക്കുകയാണ്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചില കാണിക്കാറുണ്ട്. ആ എതിർത്തിനെ മരീച്ചത് കൊണ്ടുവന്ന ചില സോഷ്യൽ മീഡിയകളുണ്ട്. നിങ്ങൾ അങ്ങനെ സംഭവങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തുന്ന അറിയിച്ചു നോക്കുക. എത്ര പ്രധാനപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനെ പൊക്കിക്കൊണ്ട് വന്നത് ചില സോഷ്യൽ മീഡിയയാണ്. എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുകയില്ല. എല്ലാം നമുക്കല്ലേ വികാരബുദ്ധിയുള്ളത്, നമ്മളെ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത്. എന്റെ മുൻഗാമികൾ ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു അധ്യാപകനായിരുന്നു. 31 വർഷക്കാലം കേരളത്തിനകത്തും കേരളത്തിന് വെളിയിലും കുറെ കാലം. അപ്പൊ എപ്പോഴും ഞാൻ കുട്ടികളോട് പറയാറുള്ളത്, ഓണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. മാധ്യമരംഗത്തും സത്യസന്ധതയാണ് ഏറ്റവും നല്ല പോളിസി. താൽക്കാലികമായി ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാം, ചില ശക്തികൾ അതിനെതിരായിട്ട് പ്രവർത്തിച്ചേക്കാം, പീഡിപ്പിച്ചേക്കാം. എന്നിരുന്നാൽ തന്നെയും ആ രീതിയില് സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും വിശകലനം ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ സമൂഹം ഒരിക്കലും തള്ളുകയില്ല. പിന്നെ രണ്ടാമതായിട്ട് വേണ്ടത് ധീരതയാണ്. പേടിത്തൊണ്ടൊരാൾക്ക് നല്ല മാധ്യമ പ്രവർത്തനാകാൻ സാധിക്കുമില്ല. അവൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങും, അനീതിക്കും വഴങ്ങും, ശക്തികളെയും അധികാരികളൊക്കെ ഭയപ്പെടും. അല്ല, നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്. നിർഭയമായിട്ട് പറയുക, നിയമപരമായിട്ട് കാര്യങ്ങളെ നേരിടുന്നവർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായാൽ തന്നെയും അതിനെ നേരിടാൻ സാധിക്കും. പിന്നെ സുതാര്യത. കുറെ കാര്യങ്ങൾ മറച്ചു വെക്കുകയും കുറെ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയില്ല. ഒരു വസ്തുതയെ സംബന്ധിക്കുന്ന യഥാർത്ഥമായ കാര്യങ്ങൾ മുഴുവനായിട്ട് പറയുക. അർത്ഥസത്യങ്ങള് നുണയേക്കാൾ ദോഷം ചെയ്യുന്നറിയാമല്ലോ. മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക. ചില മാധ്യമങ്ങൾ ചില വശങ്ങൾ വലത് കണ്ട് മാത്രമേ അവരുടെ തുറന്നുള്ളൂ, ഇടത് കണ്ട് കാണുകയില്ല. ആ രീതി പാടില്ല. സുതാര്യത. പിന്നെ ഈ മാധ്യമ പ്രവർത്തകർ എന്തിനു വേണ്ടിയാണ്?
നമ്മുടെ സമൂഹത്തെ ഉയർത്തുന്നതിന് വേണ്ടി, നമ്മുടെ സംസ്കാരത്തെ ഉയർത്തുന്നതിന് വേണ്ടി, രാഷ്ട്രത്തിനും ജനങ്ങൾക്കും പുരോഗതി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് മാധ്യമ പ്രവർത്തനം നടത്തുന്നതെന്നുള്ള ബോധ്യം ഉണ്ടാകണം. അത് അയാളെ പ്രതിബദ്ധതയിലേക്ക് നയിക്കുന്നു. ഇത്രയും കാര്യം ചൂടെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, മാധ്യമങ്ങളുടെ പ്രാധാന്യം ആരെല്ലാം എന്തെല്ലാം ചെയ്താലും കുറച്ച് കാണിക്കാൻ സാധ്യമല്ല. ഒരു ജനാധിപത്യ സമുദായത്തിന്റെ സമൂഹത്തിന്റെ ജീവരക്തമാണ് മാധ്യമങ്ങൾ. അതില്ലാതെ പോയാൽ ഇവിടെ ജനാധിപത്യം തകരും, ഇവിടുത്തെ ജനജീവിതം സുരക്ഷിതമാക്കിയില്ല. പിന്നെ പലപ്പോഴും ഈ അതിക്രമം നടക്കുമ്പോൾ അതിനൊരു കടിഞ്ഞാണിടാനുള്ള ശക്തി മാധ്യമങ്ങൾക്ക് മാത്രമാണ്, മറ്റൊരു പ്രസ്ഥാനത്തിനുമില്ല എന്ന് ഞാൻ പറയുന്നു. ആ മാധ്യമങ്ങൾ അതേ രീതിയിൽ അങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ക്രിയാത്മകമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ജനസേവനം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും ഒരു മാധ്യമ പ്രവർത്തകനും നിരാശപ്പെടേണ്ടതില്ല. ഇത് നമ്മുടെ രാഷ്ട്രത്തിനെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ ഈ മീഡിയ സെന്റർ ഇങ്ങനെ ഒരു ചെറിയ കൂട്ടായ്മ സംഘടിപ്പിച്ച് ചെറുതെങ്കിലും എന്താ പറയുന്നത്, നമ്മൾ അന്ധകാലത്തെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറു കൈത്തിരിയെങ്കിൽ കത്തിക്കുന്നതാണ് നല്ലത്. അധികം പേരില്ല എന്തിനാ തന്നെയും ഇവിടെ ഒരു ബോധവൽക്കരണം, മാധ്യമം പ്രസ്ഥാനത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച് ഒരു ബോധവൽക്കരണം, അവരെ അംഗീകരിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ ചടങ്ങ് സംഘടിപ്പിച്ച മീഡിയ സെന്ററിനും അതുപോലെ തന്നെ ഞങ്ങളുടെ ജനകീയ വികസന സമിതി പ്രസിഡന്റ് പി രാജീവ് അവർക്കും, പിന്നെ ഇതിന്റെ സംഘടിപ്പിച്ച മിസ്റ്റർ ജോയിയെ, അതുപോലെ തന്നെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ഉണ്ണികൃഷ്ണൻ സാറ്, ഇവിടെ വന്ന ശ്രീ ഹരിദാസ്, ശ്രീ എൻ ജി തോമസ്, പിന്നെ ഞാൻ മറന്നുപോയി. എന്നാൽ ഇവിടെയുള്ള എല്ലാ മരായ എല്ലാ നല്ലവരായ ആൾക്കാരെയും ഒക്കെ അഭിവാദനം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി നമ്മൾ ആദരിക്കാനിരുന്ന രഞ്ജിത്ത് എത്താൻ വളരെ വൈകും എന്ന് പറഞ്ഞതിനാലും, പിന്നെ നമ്മുടെ മനോരമ സർക്കുലേഷന്റെ ആൾക്കാർ വന്നിരിക്കുക, അവരോട് സംസാരിക്കാൻ അവർ സംസാരിക്കുന്നില്ല ഇപ്പോൾ എന്ന് പറയുകയും ചെയ്തു. അതുകൊണ്ട് പരിപാടി നീർക്കി പോകാനുള്ള ആദരിക്കപ്പെട്ട ആൾക്കാർ രണ്ടുപേരും താമസിക്കുമെന്ന് പറഞ്ഞതിനാൽ അടുത്ത നന്ദി പ്രഭാഷണത്തോടുകൂടി ഇന്നത്തെ ഈ യോഗം നമുക്ക് അവസാനിപ്പിക്കുകയാണ്. നന്ദി പ്രകാശത്തിന് വേണ്ടി സെക്രട്ടറി ജോയിയെ ക്ഷണിച്ചുകൊള്ളു. ഇവിടെ രാജീവ് സാർ ആയിരുന്നു നന്ദി പറയാനായിട്ട് ഏറ്റിരുന്നത്. സാറിന് അത്യാവശ്യമായിട്ടൊരു പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാൻ കോട്ടയത്ത് പോകേണ്ടത് വന്നുകൊണ്ട് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ചുമതലപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ സമയത്ത് തന്നെ എല്ലാവരും എത്തിച്ചേരുകയും നല്ല രീതിയിലൊരു ചർച്ചകളും നല്ല ഒരു ക്ലാസ്സുകളും എടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ മീഡിയ സെന്ററിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവസാനിപ്പിച്ചതായി